നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. ഓപ്പറേഷൻ സിന്ദൂരിനെ കുറിച്ച് സംശയങ്ങൾ ഉന്നയിച്ചുകൊണ്ടേയിരിക്കുന്ന രാഹുൽ ഗാന്ധി രാജ്യദ്രോഹിയോ? ബി.ജെ.പിയുടെ IT സെൽ തലവൻ അമിത് മാളവ്യ എക്സിൽ പങ്കുവച്ച ചിത്രത്തിൽ രാഹുലിന്റെ മുഖത്തോടൊപ്പം ചേർത്തുവെച്ചത് പാക് സൈനിക മേധാവി അസീം മുനീറിന്റെ ഫോട്ടോ. ഓപ്പറേഷൻ സിന്ദൂർ മുൻകൂട്ടി പാകിസ്ഥാനെ അറിയിച്ചു. ഇന്ത്യയുടെ വിമാനങ്ങൾ നഷ്ടമായത് മറച്ചുവെക്കുന്നു. ഇത് രണ്ടുമാണ് രാഹുലിന്റെ പ്രധാന ചോദ്യങ്ങൾ. ഇവയ്ക്കാണ് പാക് നാവെന്ന മറുപടി. ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ബംഗാൾ നവാബിനെ ഒറ്റിക്കൊടുത്ത മിർ ജാഫറുമായി രാഹുലിനെ താരതമ്യം ചെയ്യുന്നു ബി.ജെ.പി. പാകിസ്ഥാനിലെ പരമോന്നത പുരസ്കാരമായ നിഷാനെ പാകിസ്ഥാന്റെ അടുത്ത അവകാശി രാഹുൽ ഗാന്ധിയാണെന്നും കോൺഗ്രസിനെ പരിഹസിക്കുകയാണ് ബി.ജെ.പി. പാക് ഭീകരത ലോകത്തെ അറിയിക്കാൻ ഇന്ത്യൻ സർവകക്ഷി സംഘം നാളെ ലോകരാജ്യങ്ങളിലേക്ക് യാത്ര തുടങ്ങുമ്പോൾ രാഹുലിനെ രാജ്യദ്രോഹിയായി ചിത്രീകരിച്ച് രാഷ്ട്രീയ നേട്ടത്തിനോ ബി.ജെ.പിയുടെ നീക്കം? പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യും. ഡിബേറ്റിൽ ശ്രീ സേനാപതി വേണു, ശ്രീ ശ്രീജിത് പണിക്കർ, ശ്രീ മോഹൻ വർഗീസ്, ശ്രീ M.S. വേണുഗോപാൽ എന്നിവരാണ് ചേരുന്നത്. ആദ്യം ശ്രീ മോഹൻ വർഗീസ്. ഇന്ന് അമിത് മാളവിയുടെ ട്വീറ്റിൽ, അത് പ്രകോപനപരമായ ഒരു ട്വീറ്റാണ്. ശരിക്കും ആ രണ്ട് ട്വീറ്റുകളും വായിച്ചു നോക്കിയാൽ ഒന്നിൽ രാഹുൽ ഗാന്ധിയെ ഒറ്റുകാരനായി ചിത്രീകരിച്ചിരിക്കുന്നു, മറ്റൊന്നിൽ പാകിസ്ഥാന് വേണ്ടി ശബ്ദിക്കുന്നയാൾ. കൃത്യമാണല്ലോ, ആ കാര്യങ്ങൾ കൃത്യമായിട്ട് തന്നെ ആ ഫോട്ടോകളിൽ വ്യക്തമാണ്. അതിനൊപ്പമുള്ള എഴുത്തുകളിലും വ്യക്തമാണ് അല്ലെ? മിർ ജാഫറുമായി താരതമ്യം ചെയ്യുന്നതാണ്. പ്ലാസി യുദ്ധത്തിൽ ബംഗാൾ നവാബിനെ ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ഒറ്റുകൊടുത്തയാൾ അല്ലെ, ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ജോലി ചെയ്തയാൾ എന്ന രീതിയിലുള്ളത്. പിന്നെയുള്ളത് ഇതാണ്, ഒറ്റ അജണ്ട. അതായത് പാകിസ്ഥാന്റെയും രാഹുലിന്റെയും കോൺഗ്രസിന്റെയും ഒക്കെ ഒറ്റ അജണ്ടയാണെന്ന് പറയുന്ന ഈ ട്വീറ്റ്. അതിനകത്ത് പാകിസ്ഥാന്റെ സൈനിക മേധാവി അസീം മുനീറിന്റെ മുഖവുമായി ചേർത്ത് വെച്ചിരിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ മുഖമാണ്. അതിൽ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് അമിത് മാളവി. അതിനകത്ത് പറയുന്നത്, ഇറ്റ് ഈസ് നോട്ട് സർപ്രൈസിംഗ് ദാറ്റ് രാഹുൽ ഗാന്ധി ഈസ് സ്പീക്കിംഗ് ദ ലാംഗ്വേജ് ഓഫ് Pakistan and his benefactors. He has congratulated the Prime Minister on the flawless Operation Sindoor, which unmistakably showcased India's dominance. Instead, he repeatedly asked how many jets we lost, a question that has already been addressed in the DGMO briefing. Curiously, he hasn't once inquired about how many Pakistani jets were shot down during the conflict or how many were destroyed while parked in their hangars when Indian forces pounded Pakistani air bases. What is next for Rahul Gandhi? ദ നിഷാനി പാകിസ്ഥാൻ. പാകിസ്ഥാന്റെ പരമോന്നത ബഹുമതിയായിരിക്കും രാഹുൽ ഗാന്ധിയെ അടുത്തതായി കാത്തിരിക്കുന്നതെന്ന്. ഇതിലാകട്ടെ മിർ ജാഫറുമായിട്ടാണ് ഇല്ലേ താരതമ്യം ചെയ്യുന്നത്. ഇത് ശരിയായ കാര്യമാണോ? ഒരു രാഷ്ട്രീയ നേട്ടം ഇതിന് പിന്നിൽ ഉണ്ടല്ലോ. അതുമാത്രമല്ല, രാഹുൽ ഗാന്ധിയെ പോലെയുള്ള ഒരാളെ പാക് ചാരനെന്നും രാജ്യദ്രോഹി എന്നുമാണ് ബി.ജെ.പി. ഇവിടെ വിശേഷിപ്പിക്കുന്നത്. രാഹുൽ ഗാന്ധി കേവലം ഒരു രാഷ്ട്രീയ നേതാവ് മാത്രമല്ല, പാർട്ടി നേതാവ് മാത്രമല്ല, ഇന്ത്യയുടെ പാർലമെൻറ്റിൻ്റെ പ്രതിപക്ഷ നേതാവാണ്. ആ പ്രതിപക്ഷ നേതാവ് ഇരട്ടത്താപ്പ് കാട്ടുന്നു, ഇരട്ട മുഖം കാട്ടുന്നു. ദേശസ്നേഹം ഒരു വശത്ത് പറയുകയും മറുവശത്ത് പാകിസ്ഥാന് സൗകര്യമുണ്ടാക്കുന്ന നിലപാടുകൾ എടുക്കുന്നു. പാകിസ്ഥാൻ മുന്നോട്ട് വയ്ക്കുന്ന വാദം രാഹുൽ ഗാന്ധി പറഞ്ഞ കാര്യങ്ങളുടെ ചുവട് പിടിച്ചുകൊണ്ടാണ് ഇപ്പോൾ പാകിസ്ഥാൻ ചില കാര്യങ്ങൾ മുന്നോട്ട് പറയുന്നത്. ഈ വിമാനങ്ങളുടെ എണ്ണം തകർന്നു എന്ന് പറയപ്പെടുന്ന വിമാനങ്ങളുടെ എണ്ണം ഉൾപ്പെടെ. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഒറ്റുകാരനാണോ? ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിൽ ഒരു ഹെഡ് സ്പേസ് അല്ലെങ്കിൽ ഫുട് ഹോൾഡ് ഉണ്ടാക്കി കൊടുത്തത് മിർ ജാഫറാണ്. അത് സിറാജുദ്ദൗളയുടെ ബംഗാൾ നവാബ് ബംഗാൾ സിറാജുദ്ദൗളയുടെ മുഖ്യ സൈനിക തലവനുമൊക്കെ ആയിരുന്ന സിറാജുദ്ദൗളയുടെ ഒരു ഇഷ്ടക്കാരൻ കൂടിയായിരുന്ന ആളെ അപ്രതീക്ഷിതമായി മറുകണ്ഠം ചാടി കമ്പനിയുടെ കൂടെ നിൽക്കുകയാണ്, ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കൂടെ നിൽക്കുകയാണ്. അതേപോലെയാണോ ഒരു നിർണായക ഘട്ടം വന്നപ്പോൾ പാകിസ്ഥാൻ ഉയർത്തുന്ന അതേ ചോദ്യങ്ങൾ ഇവിടെ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് ഉയർത്തുന്നത് കൊണ്ട് വളരെ ഭംഗിയാന്തരേണ ബി.ജെ.പിയുടെ IT സെൽ തലവൻ അമിത് മാളവ്യ അത് പറഞ്ഞു വെച്ചു. അപ്പം എവിടെയാണ് കൂറ്? പ്രതിപക്ഷ നേതാവിന് കൂറ് ഇവിടെയാണോ അവിടെയാണോ? ചോറ് ഇവിടെയും കൂറ് അവിടെയും എന്നതാണോ രാഹുൽ ഗാന്ധിയുടെ നിലപാട് എന്ന് ചോദിച്ചു വെക്കുകയാണ്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അതുമാത്രമല്ല, ഈ മുഖം ചേർത്ത് വയ്ക്കുന്ന ഒരു പരിപാടി, അത് സത്യം പറഞ്ഞാൽ ഒരു ഇറ്റ് ഈസ് ലൈക്ക് ഹിറ്റിംഗ് ബിലോ ദ ബെൽറ്റ്. അത് ചേർത്ത് വെച്ചിരിക്കുന്നത് ഇന്ത്യ ഏറ്റവും വെറുക്കുന്ന ഈ പ്രതിസന്ധിക്കെല്ലാം കാരണക്കാരൻ എന്ന് ഭാരതം കരുതുന്ന പാകിസ്ഥാൻ്റെ സൈനിക മേധാവി
അസിം മുനീറിൻ്റെ പടത്തിൻ്റെ മുഖത്തിൻ്റെ പകുതിയും രാഹുൽ ഗാന്ധിയുടെ മുഖത്തിൻ്റെ പകുതിയും എന്ന് പറയുമ്പോൾ ഒരേ സ്വരമാണ്. രാഹുൽ ഗാന്ധിക്കും അസിം മുനീറിനും ഒരേ സ്വരമാണ് എന്ന് പറയാതെ പറഞ്ഞു വയ്ക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ കൃത്യമായ ഒരു നറേറ്റീവുണ്ട്. ഇതിൽ കോൺഗ്രസ് പ്രതിരോധത്തിലാകും എന്ന ഒരു ചിന്തയാണ് BJPയുടെ IT സെൽ ചുമതലക്കാരൻ ഇങ്ങനെ പറയുന്നത്. ഇതിന് പിന്നിൽ മറ്റൊരു കാര്യവും കൂടിയുണ്ട്. കാരണം ഈ രാഹുൽ ഗാന്ധി ശരിക്കും പറഞ്ഞാൽ മുൻകാലങ്ങളിലെ പതിവ് വെച്ച് നോക്കിയാൽ ആരാണോ പ്രതിപക്ഷ നേതാവ്, ആ പ്രതിപക്ഷ നേതാവ് സർവകക്ഷി സംഘത്തിൽ ഉണ്ടാകേണ്ടതാണ്. പ്രത്യേകിച്ച് പാർലമെൻ്ററി സംഘമാണ്. അപ്പോൾ പാർലമെൻറ്റിൻ്റെ പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു സാന്നിധ്യം നൽകുന്ന ഒരു സോളിഡിറ്റി അത് എന്തായാലും ഉണ്ടായില്ല. ഒരുപക്ഷെ ഉർവശി ശാപ ഉപകാരം എന്ന് രാഹുൽ ഗാന്ധിയും കരുതിക്കൊണ്ടാവും. രാഹുൽ ഗാന്ധി പോയി എന്ന് കരുതുക. ഹൈപ്പോത്തറ്റിക്കലി രാഹുൽ ഗാന്ധി അമേരിക്ക വിസിറ്റ് ചെയ്യുന്നു, യൂറോപ്യൻ രാജ്യങ്ങൾ വിസിറ്റ് ചെയ്യുന്നു തരൂരിനോടൊപ്പം അല്ലെങ്കിൽ വേറെ ഒരു ടീമിൻ്റെ ഭാഗമായി. അങ്ങനെയെങ്കിൽ രാഹുൽ ഗാന്ധി അവിടെ നടത്തുന്ന ഓരോ പ്രസ്താവനയും ആരോടാണ് സംസാരിക്കുന്നതെന്നും പിൽക്കാലങ്ങളിൽ തലനാരിഴ കീറി പരിശോധിക്കുകയും ഭൂതക്കണ്ണാടിയുടെ അടിയിൽ വെച്ച് പരിശോധിക്കുകയും ചെയ്ത് രാഹുൽ ഗാന്ധി ബുദ്ധിമുട്ടിലാകുമായിരുന്നു. പക്ഷേ രാഹുൽ ഗാന്ധി ചില ചോദ്യങ്ങളാണല്ലോ ഉന്നയിക്കുന്നത്. ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് തന്നെയാണ്. ഇന്ത്യയുടെ എത്ര യുദ്ധവിമാനങ്ങൾ നഷ്ടമായി എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു ചോദ്യമാണ്. അതുപോലെ തന്നെ എസ് ജയശങ്കർ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഒരു കാര്യം വെച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നു പാകിസ്ഥാന് മുൻകൂട്ടി ഈ ആക്രമണ വിവരം പറഞ്ഞു കൊടുത്തു എന്നൊക്കെ. പക്ഷെ അത് രാഹുൽ ഗാന്ധി പറയുന്ന ഒരു ന്യായവുമില്ല. പക്ഷേ ഈ യുദ്ധവിമാനങ്ങളുടെ കാര്യം, അത് എത്ര നാശനഷ്ടമുണ്ടായി എന്നുള്ളൊരു ചോദ്യം, അതിനെ ഈ രീതിയിൽ പാകിസ്ഥാന് നാവെന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, അതായത് ഇതിനകത്തൊരു ഹീ ദ റൈറ്റ് മാൻ. മിസ്റ്റർ രാഹുൽ ഗാന്ധി ഈസ് ദ റൈറ്റ് പേഴ്സൺ ടു ആസ്ക് ക്രിട്ടിക്കൽ ക്വസ്റ്റ്യൻസ്. തീർച്ചയാണ്. കാരണം പ്രതിപക്ഷ നേതാവിൻ്റെ ചുമതലയാണ്, പാർലമെന്ററി ജനാധിപത്യത്തിലെ പ്രതിപക്ഷ നേതാവിൻ്റെ ചുമതലയാണ് ദ ഒമിഷൻസ് ആൻഡ് കമ്മീഷൻസ് ഓഫ് ദ ഗവൺമെൻറ് ഷുഡ് ബി ബ്രോട്ട് ടു ലൈം ലൈറ്റ്. അപ്പം ഗവൺമെൻറ്റിൻ്റെ പോരായ്മകൾ ചൂണ്ടിക്കാട്ടുക, അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ ചെയ്യേണ്ടത് ചെയ്യാതിരുന്നത് ചൂണ്ടിക്കാട്ടുക. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് ഈ വിദേശകാര്യമന്ത്രി ഇങ്ങനൊരു പ്രസ്താവന നടത്തി. അതിൻ്റെ ഈ കുറച്ചുകൂടെ ഉള്ളറകളിലേക്ക് ചെല്ലാനുള്ള ആഗ്രഹമാണ് പറഞ്ഞത്. പാകിസ്ഥാനെ മുൻകൂട്ടി അറിയിച്ച് ഒരു സ്റ്റേജ് മാനേജ്ഡ് ആയിരുന്നോ ഈ ആക്രമണം, നിങ്ങളുടെ തീവ്രവാദ കേന്ദ്രങ്ങൾ ഞങ്ങൾ ആക്രമിക്കാൻ പോകുന്നു എന്ന് മുൻകൂട്ടി പറഞ്ഞു. ഇറാൻ അങ്ങനെയൊന്ന് പറഞ്ഞു ഇസ്രായേലിനെതിരെ, ഇസ്രായേലിനെ ആക്രമിക്കാൻ പോവുകയാണ് എന്ന രീതിയിൽ അങ്ങനെ പറഞ്ഞ് അമേരിക്കയെ അറിയിച്ചതിന് ശേഷം ഇറാൻ ഇസ്രായേലിനെതിരെ ആക്രമണം നടത്തി എന്നൊരു പേരുദോഷം മുൻപ് കേട്ടല്ലോ. ഇത് അതുപോലെ ഒരു നാടകമാണോ? ഇത് ചോദ്യമാണ്. ഇത് പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നത് ബാലിശമായ ഒരു ചോദ്യം തന്നെയാണ്. കാരണം 9 ഭീകര കേന്ദ്രങ്ങളെ ഇന്ത്യ തകർക്കുകയാണ് ഉണ്ടായത്. അത് മാത്രമല്ല, അത് അറ്റ് ദ സ്റ്റാർട്ട് ഓഫ് ദ ഓപ്പറേഷൻ എന്നാണ്. ഓപ്പറേഷൻ സിന്ദൂർ ഇപ്പോഴും അവസാനിച്ചിട്ടില്ലല്ലോ. ആ തുടക്ക സമയത്ത് പറഞ്ഞു അറ്റ് ദ സ്റ്റാർട്ട് ഓഫ് ദ ഓപ്പറേഷൻ, അങ്ങനെ പറഞ്ഞു. അത് ഇന്ത്യയുടെ നയമാണ് പറഞ്ഞത്. ഭീകര കേന്ദ്രങ്ങളെയാണ് ഞങ്ങൾ ആക്രമിക്കുന്നത്, അതല്ലാതെ അവിടുത്തെ സൈനികരെയോ അവിടുത്തെ ജനങ്ങളെയോ അല്ല എന്ന്. ശ്രീ സേനാപതി വേണു, ഇതിപ്പോൾ അസീം മുനീറുമായി ചേർത്ത് വെച്ചാണ്, അങ്ങനെ പറയുമ്പോൾ പാക്ചാരൻ എന്ന രീതിയിൽ തന്നെയാണ് രാഹുൽ ഗാന്ധിയെ ചിത്രീകരിക്കുന്നത്. ഇതിന് വളരെ ശക്തമായ ഒരു മറുപടി പറഞ്ഞു കേട്ടില്ല കേട്ടോ ഇതുവരെ. നേരത്തെ നരേന്ദ്രമോദിയുടെ മുഖം വികൃതമാക്കിക്കൊണ്ട്, മുഖമില്ലാത്ത മോദിയെ ചിത്രീകരിച്ചുകൊണ്ട് കോൺഗ്രസ് ഒരു ആക്ഷേപം നടത്തിയതാണ്. അത് നിങ്ങൾക്ക് പിൻവലിക്കേണ്ടി വന്നിരുന്നു. പക്ഷേ ഇവിടെ അമിത് മാളവിയുടെ ട്വീറ്റ് ഇപ്പോഴും അതേ സ്ഥാനത്ത് തന്നെയുണ്ട്. പവൻ ഖേര പറഞ്ഞിരുന്നു ഈ ഇഷാനി പാകിസ്ഥാനൊക്കെ ആർക്കാണ് കിട്ടിയിരിക്കുന്നത്, അല്ലെങ്കിൽ അതിന് ആരൊക്കെയാണ് അർഹർ എന്നൊക്കെ പറഞ്ഞിരുന്നു. അത് മോദിയുടെ കാര്യവും ജയശങ്കറുടെ കാര്യവും ഒക്കെ എടുത്തു പറഞ്ഞുകൊണ്ടാണ് പവൻ ഖേര പറഞ്ഞത്. പക്ഷെ അതിനൊന്നും ഒരു ശക്തി തോന്നുന്നില്ല. കോൺഗ്രസ് ഇതിനോട് അതിശക്തമായ രീതിയിലൊന്നും പ്രതികരിച്ച് കണ്ടില്ല. മഞ്ജുഷെ, അതിശക്തമായ രീതിയിലുള്ള പ്രതികരണം ഉണ്ടായിരിക്കുന്നു. ആ പ്രതികരണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ മഞ്ജുഷ് പറഞ്ഞതിനോട് ചേർത്തൊരു കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ ആരാണ് യഥാർത്ഥത്തിൽ മിർജാഫർ ഖാൻ ആയിരിക്കുന്നത്? അമിത് മാളവിയ ഒരുപക്ഷെ എന്താ പറഞ്ഞ, അദ്ദേഹം വളരെ സരസമായിട്ടും അല്ലെങ്കിൽ വളരെ വൈഭവത്തോടു കൂടിയാണ് ഇത് പറഞ്ഞിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. രാജ്യം ശത്രു രാജ്യത്തെ ആക്രമിക്കുമ്പോൾ, നമ്മുടെ യുദ്ധനീതി മഹാഭാരത യുദ്ധമൊന്നും അല്ലല്ലോ. എന്തിനാ രാത്രി 1:50 1:35 ഒക്കെ ആക്രമിക്കുന്നത്? ശത്രു ഇങ്ങോട്ട് വരാതെയും തിരിച്ചറിയാതെയും കടന്ന് ആക്രമിക്കാൻ. അപ്പൊ ശത്രു രാജ്യത്തെ നമ്മുടെ രാജ്യം ആക്രമിക്കുമ്പോൾ ആ ആക്രമണത്തിന്റെ സൈനിക വിവരങ്ങളെ ചോർത്തി കൊടുത്ത ആളാണോ മിർജാഫർ ഖാൻ, അതോ അത് ചോദിച്ച രാഹുൽ ഗാന്ധിയാണോ? ചോദ്യം ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു. ഇന്ത്യയുടെ സേന സർവശക്തിയും ഉപയോഗിച്ച് പാകിസ്ഥാനിലെ ഭീകര താവളങ്ങളും ഭീകര കേന്ദ്രങ്ങളും ആക്രമിക്കാനായി മുൻകരുതലെടുത്ത് അതിനുള്ള തയ്യാറെടുപ്പ് നടത്തുമ്പോൾ
അത് ശത്രുവിനെ വിളിച്ചു പറഞ്ഞ ആളാണോ മിർജാഫർ ഖാന്റെ റോൾ ചെയ്തത്, അതോ അത് ചോദ്യം ചെയ്തതാണോ എന്നുള്ളതാണ്. അങ്ങനെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടോ സേനാപതി വേണു? എങ്ങനെ വിളിച്ചു പറഞ്ഞു എന്നാണ് നിങ്ങൾ പറയുന്നത്? ആര് വിളിച്ചു പറഞ്ഞു? ഇപ്പോൾ ജയശങ്കർ എന്ന വിദേശമന്ത്രിയുടെ റോൾ കൃത്യമായിട്ട് അറിയാമല്ലോ. അദ്ദേഹം ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച വിദേശമന്ത്രിമാരിൽ ഒരാളായി ഇപ്പോൾ അറിയപ്പെടുകയാണ്. അപ്പോൾ അദ്ദേഹം പാകിസ്ഥാനെ വിളിച്ചു പറഞ്ഞുകൊണ്ട് ഓപ്പറേഷൻ സിന്ധു തുടങ്ങി എന്ന് പറയുമ്പോൾ അതങ്ങോട്ട് ആർക്കും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു കാര്യമല്ല. 9 ഭീകര കേന്ദ്രങ്ങൾ തകർത്തതാണ്, 100-ലധികം ഭീകരരെ കൊന്നതാണ്. ഉൾക്കൊള്ളാൻ പറ്റാത്തതായതുകൊണ്ടാണല്ലോ അപ്രിയമായ ചോദ്യം ചോദിച്ചത്. പാകിസ്ഥാന്റെ ഭീകര താവളങ്ങളെ ഇന്ത്യൻ സൈന്യം ആക്രമിക്കുമ്പോൾ ഞങ്ങൾ ഇതാ നിങ്ങളുടെ ഭീകര കേന്ദ്രങ്ങളെ ആക്രമിക്കാൻ പോകുന്നുവെന്ന വിവരം പാകിസ്ഥാന് കിട്ടിക്കഴിഞ്ഞാൽ അങ്ങനെയാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട 2 ഭീകരന്മാരോടൊന്ന് മാറേണ്ട സാഹചര്യം ഉണ്ടായത്. എന്തേ ആ ഭീകരന്മാരെ എന്താ പറഞ്ഞ അവരെ നമുക്ക് വധിക്കാനായിട്ട് മസൂദ് അസറിന്റെ കാര്യമാണ് പറയുന്നത്. മസൂദ് അസറിന്റെയും അതുപോലെ തന്നെ മസൂദ് അസറും ഹാഫിസ് സയ്യിദും എങ്ങനെയാ രക്ഷപ്പെടാൻ കാരണം? രക്ഷപ്പെടാൻ കാരണം എന്ന് വെച്ചാൽ മുൻകൂട്ടി അവർക്ക് വിവരം കിട്ടിയിരിക്കുന്നു. അങ്ങനെ മുൻകൂട്ടി വിവരം കൊടുത്തുകൊണ്ട് ആക്രമണം നടത്തുമ്പോൾ നമ്മുടെ എന്താ പറഞ്ഞ സൈനിക വിമാനങ്ങളോ അല്ലെങ്കിൽ അതിനുപയോഗിച്ച ആയുധങ്ങളോ അതിന് നാശനഷ്ടം ഉണ്ടായോ എന്നുള്ള ചോദ്യമാണ് ചോദിച്ചത്. എന്തിനങ്ങനെ ഒരു വിവരം കൊടുത്തു? ആ വിവരം കൊടുത്തതിനെ കുറിച്ചുള്ള മറുപടി ഇന്ത്യയിലെ ജനങ്ങളോട് പറയണം. അതാ പ്രതിപക്ഷ നേതാവ് ചോദിച്ചത്. പ്രതിപക്ഷ നേതാവ് മറ്റൊരു കാര്യവും ചോദിച്ചിട്ടില്ല. അതിന് ഈ രീതിയിലുള്ള മറുപടി BJPയുടെ IT സെല്ലിന്റെ നേതാവ് അജിത് മാളവിയെ പോലുള്ള ആളുകൾ കൊടുക്കും, അമിത് മാളവിയെ പോലുള്ള ആളുകൾ കൊടുക്കുമ്പോൾ അതൊക്കെ എന്താ പറഞ്ഞ വെറും പുച്ഛത്തോടു കൂടിയേ കാണാൻ കഴിയുള്ളൂ. അല്ല, ഒരു മിനിറ്റോടെ മഞ്ജുഷ, ഞാൻ മിർജാഫർ ഖാനുമായിട്ട് ഉപമിച്ചുകൊണ്ട് അവിടെ മറ്റു കാര്യങ്ങൾ പാകിസ്ഥാനിൽ സംഭവിക്കുന്നുണ്ട്. പാകിസ്ഥാൻ മാധ്യമങ്ങളിൽ ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഈ ചോദ്യങ്ങൾ അവർ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് തന്നെ, ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവ് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് ചോദ്യങ്ങൾ ഉന്നയിക്കുകയാണ്. അത് പാകിസ്ഥാന് നേട്ടമാണ് എന്ന രീതിയിൽ പാകിസ്ഥാന്റെ വിജയസൂചനയായിട്ട് അവർ അവിടെ ആഘോഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധി ഇവിടെ പറയുന്ന കാര്യങ്ങളാണ്. ശ്രീ സേനാപതി വേണു, അല്ല, രാഹുൽ ഗാന്ധി പറയുന്നതല്ലല്ലോ, ഗ്രൗണ്ടിലെ യാഥാർത്ഥ്യങ്ങളും അതിന്റെ ഉപഗ്രഹ ചിത്രങ്ങളും ഒക്കെ നമ്മൾ പുറത്തു വിട്ടുകൊണ്ടാണല്ലോ നമ്മൾ സംസാരിക്കുന്നത്. ആ കാര്യങ്ങളെയൊക്കെ തെളിവുകളുടെയും രേഖകളുടെയും അടിസ്ഥാനത്തിലാണല്ലോ നമ്മൾ സംസാരിക്കുന്നത്. തെളിവുകളുടെയും രേഖകളുടെയും അടിസ്ഥാനത്തിൽ നമ്മൾ സംസാരിക്കുമ്പോൾ രാഹുൽ ഗാന്ധി വീണ്ടും ചോദിക്കുന്ന ചോദ്യം ഇതാണ്: ഭീകരന്മാരുടെ താവളങ്ങളെ ഞങ്ങൾ ആക്രമിക്കാൻ വരുന്നു എന്ന മുന്നറിയിപ്പ് കൊടുത്താൽ അവരാക്രമിക്കാനായിട്ട് ചെല്ലുന്ന സൈനികരെയോ അല്ലെങ്കിൽ സൈനിക ആയുധങ്ങളെയോ അല്ലെങ്കിൽ അതിനുപയോഗിക്കുന്ന റോക്കറ്റുകളാണെങ്കിലും അതുപോലെ തന്നെ മറ്റു ആയുധങ്ങളാണെങ്കിലും അത് നശിപ്പിക്കാനല്ലേ അവർ ശ്രമിക്കുള്ളൂ. അപ്പൊ അങ്ങനെ മുന്നറിയിപ്പ് കൊടുക്കുന്നത് അതൊരു യുദ്ധത്തിന്റെ എവിടുത്തെ നീതിയാണ്? അത് നിങ്ങൾ പറയുന്നു ഏറ്റവും മികച്ച വിദേശകാര്യ മന്ത്രിയാണ്. അങ്ങനെ മികച്ച വിദേശകാര്യ മന്ത്രിയാണെങ്കിൽ എന്നാ പിന്നെ പകല് നമ്മൾ യുദ്ധം ചെയ്താൽ പോരെ? ഞങ്ങൾ നിങ്ങളുടെ ഭീകര താവളങ്ങൾ ഇത് ആക്രമിക്കാനായിട്ട് പോകുന്നു. ആ ചോദ്യമാണ് സേനാപതി വേണു. രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഹോട്ട്ലൈൻ ബന്ധത്തെ കുറിച്ചൊക്കെ അറിവുള്ള ആളാണല്ലോ താങ്കൾ. താങ്കൾ തന്നെ ഈ രീതിയിൽ എങ്ങനെയാണ് ഒരു പട്ടാള ഓപ്പറേഷൻ നടക്കുന്നത് എന്ന് അറിവുള്ള ഒരാൾ, പട്ടാളത്തിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരാൾ, താങ്കൾ തന്നെ ഇത് പറയുമ്പോൾ അത്ഭുതം തോന്നുകയാണ്. ഇന്ത്യ പാകിസ്ഥാനെ വിളിച്ച് അറിയിക്കുകയാണ്, ഞങ്ങളിതാ നിങ്ങളുടെ ഇന്ന കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ പോവുകയാണ്, അവിടെ നിന്ന് രക്ഷപ്പെടുത്തേണ്ടവരെ രക്ഷപ്പെടുത്തിക്കോളൂ എന്നൊക്കെ പറഞ്ഞു എന്ന് പറയുമ്പോൾ ഇതിൽ പരം ദേശത്തിന് വിരുദ്ധമായ ഒരു കാര്യം പറയുവാനുണ്ടോ? ദേശത്തിന് വിരുദ്ധമായ കാര്യം ചെയ്തതിന് ശേഷം ദേശത്തിന് കാര്യങ്ങൾ ചെയ്തതിന് ശേഷം ഞാൻ വീണ്ടും ചോദിക്കുന്നു, എന്താ പറഞ്ഞ വിദേശകാര്യമന്ത്രി ജയശങ്കർ അങ്ങനെ ഒരു മുന്നറിയിപ്പോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇൻഫർമേഷനോ പാകിസ്ഥാന് കൊടുക്കാനുള്ള സാഹചര്യം എന്താണ്? അങ്ങനെ ഒരു മുന്നറിയിപ്പ് കൊടുത്തതിന് ശേഷമാണോ ഭീകര താവളങ്ങൾ ആക്രമിക്കുന്നത്? അങ്ങനെ ആക്രമിച്ചാൽ ഭീകരന്മാരെ വധിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ഈ പറയുന്ന മസൂദ് അസറിന്റെ കുടുംബത്തെ നാമാവശേഷമാക്കി മസൂദ് അസർ മാത്രം രക്ഷപ്പെട്ടു. പാകിസ്ഥാനിലും ഇന്റലിജൻസ് ഒക്കെ ഉണ്ടല്ലോ. ആ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം രക്ഷപ്പെട്ട് കാണും. മസൂദ് അസറിന്റെ കുടുംബത്തെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കി ലഷ്കർ ഇ തോയ്ബയുടെയും ജെയ്ഷെ മുഹമ്മദിന്റെയും ഹിസ്ബുൾ മുജാഹിദിന്റെയും കേന്ദ്രങ്ങൾ തന്നെ തകർത്ത് തരിപ്പണമാക്കി. എന്നിട്ടും ഇവിടെ രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. പാകിസ്ഥാനെ ഇന്ത്യ വിളിച്ചറിയിച്ചിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തതെന്ന്. ശ്രീ പണിക്കർ, ഇപ്പോൾ കൂടുതൽ ശക്തമായിട്ട് കോൺഗ്രസ് ഈ ചോദ്യങ്ങൾ ഉന്നയിക്കുകയാണ്. അതിന് കാരണം എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിക്ക് നേരെയുള്ള ഈ പരിഹാസമാണ്. BJPയുടെ അസീം മുനീറുമായി ചേർത്ത് വെച്ചുള്ള പരിഹാസമാണ് ഇപ്പോൾ. മഞ്ജുഷ്, ഈ ഒരു ഘട്ടത്തിൽ കോൺഗ്രസ് എത്രത്തോളം ദുർബലമായിട്ടുള്ള ഒരു പൊസിഷനാണ് എടുക്കുന്നത് എന്ന്
അവരൊരുപക്ഷെ തിരിച്ചറിയുന്നുണ്ടാവില്ല. തന്നെയുമല്ല, ഇത് കോൺഗ്രസിന്റെ ഭാവിയിലുള്ള രാഷ്ട്രീയ പ്രോസ്പെക്റ്റുകളെ ഏത് തരത്തിലാണ് ബാധിക്കാൻ പോകുന്നത് എന്നതിനെക്കുറിച്ചും അവർക്ക് യാതൊരു വിധത്തിലുള്ള ചിന്തയുമുണ്ട് എന്ന് തോന്നുന്നില്ല. കാരണം ഈ ഒരു ഘട്ടത്തിൽ ഒരു രാഷ്ട്രീയ നേതാവ്, പ്രത്യേകിച്ചും ദേശീയ ബോധമുള്ള ഒരു നേതാവ്, ചോദിക്കാനേ പാടില്ലാത്ത ചോദ്യങ്ങളാണ് നമുക്ക് എത്ര ഫ്ലൈയിങ് അസറ്റുകൾ നഷ്ടപ്പെട്ടു എന്നുള്ള ഒരു ചോദ്യം. കാരണം ആ ഇൻഫർമേഷൻ സഹായിക്കുന്നത് ഇന്ത്യയല്ല, ഒരു തരത്തിലും നമ്മളെ സഹായിക്കുന്നതല്ല, മറിച്ച് അത് പാകിസ്ഥാനെ സഹായിക്കുന്ന ഒരു ഇൻഫർമേഷനാണ്. അതേപോലെ പ്രതിരോധ മന്ത്രി രാജ്യദ്രോഹിയാണ് എന്ന നിലയ്ക്കുള്ള ആക്ഷേപങ്ങൾ, ആരോപണങ്ങൾ വരുന്നതും രാജ്യത്തിന് ഒരു കെട്ടുറപ്പില്ല എന്നും ഇവിടുത്തെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിൽ ഇവിടെയുള്ള പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടിക്ക് പോലും വിശ്വാസമില്ല എന്നുള്ള ഒരു നാരേറ്റീവ് ആംപ്ലിഫൈ ചെയ്യുന്നതിന് പാകിസ്ഥാനെ മാത്രമേ സഹായിക്കുകയുള്ളൂ. അപ്പോൾ രാഹുൽ ഗാന്ധി ഇപ്പോൾ ഉയർത്തുന്ന, അല്ലെങ്കിൽ കോൺഗ്രസ് ഇപ്പോൾ ഉയർത്തുന്ന ചോദ്യങ്ങളെല്ലാം തന്നെ നമ്മുടെ ദേശീയ താല്പര്യത്തിലുള്ളതല്ല, മറിച്ച് അതെല്ലാം തന്നെ പാകിസ്ഥാന്റെ ദേശീയ താല്പര്യത്തിലുള്ളതാണ് എന്ന് പറയേണ്ടി വരും. കാരണം ഈ ഇൻഫർമേഷൻ എല്ലാം ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രി സൈനികർക്ക്, അല്ലെങ്കിൽ സൈനികരെ കുറിച്ച്, സൈനിക ഓപ്പറേഷൻസിനെ കുറിച്ച് രഹസ്യ വിവരങ്ങൾ ചോർത്തി നൽകുന്നയാളാണെന്ന്. എന്താണ് ഈ ചോർത്തി നൽകുക എന്ന് പറഞ്ഞാൽ അതിന് അർത്ഥം എന്താ? അതാണ് പവൻ ഖേര യാതൊരു വിധത്തിലുള്ള അർത്ഥശങ്കയ്ക്കും ഇടയില്ലാതെ പറഞ്ഞത്. എസ്പിയനാച്ച്, ചാരപ്രവർത്തനം നടത്തുന്ന ആൾക്കാരാരാണ്? ദേശദ്രോഹികൾ. ഒരുപക്ഷെ അതുകൊണ്ടാണ് BJP ഈ രീതിയിൽ പ്രതികരിച്ചിരിക്കുന്നത്. ഇവിടെ ഈ ചർച്ചയിൽ ശ്രീ സേനാപതി വേണുവും ആവർത്തിക്കുന്നത് ഈ സൈനിക ഓപ്പറേഷൻ നടക്കുന്നതിന് മുൻപേ പറഞ്ഞു എന്നാണ്. അതിനുള്ള സോഴ്സ് എന്താണ്? ഇവിടെ നിന്നാണ് കോൺഗ്രസിന് ഈ ഇൻഫർമേഷൻ കിട്ടിയിരിക്കുന്നത്? ഒരിക്കലും ഇതുമായി ബന്ധപ്പെട്ട DGMOയുടെ പ്രസ്താവനയിലോ വിദേശകാര്യമന്ത്രിയുടെ പ്രസ്താവനയിലോ ഈ ഓപ്പറേഷൻ നടക്കുന്നതിന് മുൻപ് നമ്മൾ പാകിസ്ഥാനെ അറിയിച്ചു എന്ന് പറഞ്ഞിട്ടേ ഇല്ല. നമ്മുടെ വിദേശകാര്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് അറ്റ് ദ സ്റ്റാർട്ട് ഓഫ് ദി ഓപ്പറേഷൻസ് എന്നാണ്. ഓപ്പറേഷൻസ് ഇപ്പോഴും തീർന്നിട്ടില്ല, അതിന്റെ ആദ്യ ഘട്ടമാണ് ആദ്യത്തെ ദിവസം നടന്നിരുന്നത്. അപ്പോൾ അറ്റ് ദ സ്റ്റാർട്ട് ഓഫ് ദി ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞാൽ ബിഫോർ ദ സ്റ്റാർട്ട് ഓഫ് ദി ഓപ്പറേഷൻസ് എന്ന് കോൺഗ്രസിനെ ആരാണ് വായിച്ച് മനസ്സിലാക്കി കൊടുത്തത് എന്ന് എനിക്കറിയില്ല. അതിനേക്കാൾ മുമ്പേ, ശ്രീ ജയശങ്കർ പറയുന്നതിനേക്കാൾ മുമ്പേ ആധികാരികമായിട്ട് ഇതിനെക്കുറിച്ച് പറഞ്ഞത് നമ്മുടെ DGMO ആണ്, രാജീവ് ഖായ്, ലഫ്റ്റനന്റ് ജനറൽ. അപ്പൊ അദ്ദേഹം പറഞ്ഞിരുന്നത് എന്താണ്? അദ്ദേഹം പറഞ്ഞത് ഇൻ ദ വേക്ക് ഓഫ് ഓപ്പറേഷൻ സിന്ദൂർ, അതായത് ഈ ഓപ്പറേഷൻ സിന്ദൂർ തുടങ്ങുന്ന സാഹചര്യത്തിൽ എന്നാണ്. അപ്പൊ ഇത് രണ്ടും വളരെ കൃത്യമായിട്ട് പറഞ്ഞതാണ്. DGMOയ്ക്ക് ഇങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ കൊടുത്തു, ഞങ്ങൾ നിങ്ങളുടെ ടെററിസ്റ്റ് കേന്ദ്രങ്ങളെ മാത്രമേ ആക്രമിക്കുന്നുള്ളൂ, സൈനിക സിവിലിയൻ കേന്ദ്രങ്ങളെ ഞങ്ങൾ ആക്രമിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ആ സന്ദേശം കേൾക്കാനായിട്ട് അവർ തയ്യാറായില്ല. ബ്രസ്ക്ലി അവരത് തടഞ്ഞു, അതിനുശേഷം തിരിച്ചടി ഉണ്ടാകും എന്ന് പറഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പൊ ഇതിൽ ഒരു ഭാഗത്തും സൈന്യത്തിന്റെ ഭാഗത്തു നിന്നോ സർക്കാരിന്റെ ഭാഗത്തു നിന്നോ ഈ രീതിയിലത്തേക്ക് ഇൻഫർമേഷൻ നേരത്തെ കൊടുത്തു എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോ അത് അങ്ങനെ പറഞ്ഞിട്ടില്ലാത്ത ഒരു വിവരം അങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെയൊക്കെ തന്നെ ദേശദ്രോഹികളാക്കുന്ന കോൺഗ്രസ്സുകാർ എന്തുകൊണ്ടാണ് സൈന്യത്തിനോട് ഈ ചോദ്യം ചോദിക്കാത്തത്? കാരണം ജയശങ്കറിനേക്കാൾ മുമ്പേ തന്നെ ഈ കാര്യം പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഡയറക്ടർ ജനറൽ മിലിറ്ററി ഓപ്പറേഷൻസ് അല്ലേ? അദ്ദേഹമാണല്ലോ ഈ കാര്യത്തിനെ പറ്റി വളരെ ഡീറ്റെയിൽഡ് ആയിട്ട്, ജയശങ്കർ പറഞ്ഞതിനേക്കാൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ സൈന്യത്തിനെയും കോൺഗ്രസിന് വിശ്വാസമില്ല എന്നുണ്ടോ? ഇപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം, ഈ സെക്യൂർ ഹോട്ട്ലൈൻ ഈ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ളതിൽ പൊളിറ്റിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റിന് തീരുമാനങ്ങളില്ല. കാരണം ഈ ശ്രീ സേനാപതി വേണുവിന് അത് അറിയാവുന്ന കാര്യമാണ്. ഈ സെക്യൂർ ഹോട്ട്ലൈൻ 1971 ശേഷം എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് പൊളിറ്റിക്കലായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഇടപാടുകൾക്ക് വേണ്ടിയിട്ടല്ല, ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഇടപാടുകൾക്ക് വേണ്ടിയിട്ടല്ല. ഈ രണ്ട് തരത്തിലുള്ള ആൾക്കാർക്കും ഇത് ഉപയോഗിക്കാനും കഴിയില്ല. മറിച്ച് ഇത് പൂർണ്ണമായിട്ടും സൈന്യത്തിന് മാത്രം ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന, രണ്ട് സ്ഥലങ്ങളിലും സൈന്യത്തിന് മാത്രം ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്ന, ഇന്റർസെപ്റ്റ് ചെയ്യാൻ കഴിയാത്ത വളരെ കൺവെൻഷനൽ ആയിട്ടുള്ള ഒരു മെത്തേഡിൽ മാത്രം വർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. അപ്പോൾ ആ സിസ്റ്റത്തിൽ തന്നെ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഫാസ്റ്റ് പേസ്ഡ് ആയിട്ട് സൈനികരുടെ തീരുമാനങ്ങൾ എടുക്കുന്നതിന് വേണ്ടിയിട്ടും അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സെക്യൂർ ഹോട്ട്ലൈൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതിൽ നടന്നിരിക്കുന്ന കമ്മ്യൂണിക്കേഷൻ എന്താണ് എന്ന് വളരെ ആധികാരികമായിട്ട് DGMO പറയുമ്പോൾ കോൺഗ്രസ് സത്യത്തിൽ ഈ നാട്ടിലെ സൈന്യത്തിനെ കൂടിയാണ് സംശയിക്കുന്നത്. ഇത് ജയശങ്കറിന്റെ മാത്രം പ്രസ്താവനയായിരുന്നില്ല, അതിനേക്കാൾ മുമ്പ് പറഞ്ഞിരുന്നത് രാജീവ് ഖായി ആണ്. പിന്നെ പറയുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അവർ കൂടുതൽ ശക്തമായിട്ട് ഉന്നയിക്കുന്നത് ഹാഫിസ് സെയ്ദിന് രക്ഷപ്പെടുവാൻ അവസരം ഉണ്ടാക്കി കൊടുത്തു, മസൂദ് അസറിന് രക്ഷപ്പെടുവാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തു എന്നാണ് ഇപ്പോൾ പറയുന്നത്. അതാണ് ഇപ്പോഴത്തെ ഈ ആരോപണം ശക്തമാക്കുന്നതിന് ഈ പോയിന്റുകളും കൊണ്ടുവരികയാണ്. മഞ്ജുഷ്, ഇതിലും വലിയൊരു രസകരമായിട്ടുള്ള ഒരു കാര്യമുണ്ട്. കാരണം കേരളത്തിലെ കോൺഗ്രസ് ഈ പഹൽഗാം ആക്രമണം ഉണ്ടായതിനു ശേഷം ഇട്ടിരുന്ന ഏറ്റവും വിവാദമായിട്ടുള്ള, പാകിസ്ഥാനിലൊക്കെ അവർ വ്യാപകമായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു ട്വീറ്റ് ഉണ്ടായിരുന്നു. ആ ട്വീറ്റിൽ പറഞ്ഞിരുന്നത് ഈ തീവ്രവാദത്തിന് വേണ്ടി വന്നിരിക്കുന്ന, പെഹൽഗാമിൽ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരെ വെടിവെച്ചതിന് ശേഷം ഇവർ തിരിച്ചു പോയി പാകിസ്ഥാനിലേക്ക് എന്നായിരുന്നു അതിൽ എഴുതിയിരുന്നത്. ദേ വെന്റ് ബാക്ക് എന്നായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പോൾ അന്ന് ഈ ചോദ്യം ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് എങ്ങനെ അറിയാം, നിങ്ങൾ എങ്ങനെ ഉറപ്പിക്കുന്നു അവർ തിരിച്ചു പോയി എന്നുള്ള ഒരു ചോദ്യം ചോദിച്ചിരുന്നപ്പോൾ അതിന് കോൺഗ്രസ്സുകാർക്ക് മറുപടി ഉണ്ടായിരുന്നില്ല. ഈ മൗലാന മസൂദ് അസർ ആയിക്കോട്ടെ, ഹാഫിസ് സയ്യിദ് ആയിക്കോട്ടെ, ഇവർ സ്ഥിരമായിട്ട് ഈ കേന്ദ്രങ്ങളിൽ താമസിക്കുന്ന ആൾക്കാരാണ് എന്നുള്ള ഒരു ഇന്റലിജൻസും ഇല്ല.
ഇവരൊക്കെ ഇവിടെ വിസിറ്റുകൾ നടത്തുന്നുണ്ട്, ഇവിടെയുള്ള ആൾക്കാർക്ക് ട്രെയിനിങ്ങും മറ്റും എടുക്കുന്നതിന് വേണ്ടിയിട്ട്, അവരുടെ ഒരു മൊറാലൊക്കെ ബൂസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവിടെ വന്ന് സംസാരിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് ഇവരെല്ലാവരും സ്ഥിരമായിട്ട് അവിടെ താമസിക്കുകയാണെന്നുള്ള ഒരു ഇന്റലിജൻസ് ഇല്ല. അപ്പോൾ കോൺഗ്രസ് എങ്ങനെയാ പറയുക, ഈ ഇൻഫർമേഷൻ കിട്ടുമ്പോഴത്തേക്ക് മസൂദ് അസറിനെയും ഹാഫിസ് സയ്യിദിനെയും അവിടെ നിന്ന് മാറ്റിയെന്നും അതിനുള്ള ഒരു പ്രിപ്പയർനെസ് അവിടെ ഉണ്ടായിരുന്നു എന്നുമൊക്കെ പറയുന്നത് എന്തർത്ഥത്തിലാണ്? അപ്പോൾ അങ്ങനെയാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ഇങ്ങരുടെ വീട്ടുകാരെയും ഇങ്ങരുടെ ചേച്ചിയെയും ഇങ്ങരുടെ പിന്നെ അളിയനെയും ഒക്കെ വിളിക്കാതെ അങ്ങ് പോകും. അതെന്താ, കാറിൽ സ്ഥലമില്ലാഞ്ഞിട്ടാണോ? എന്ത് വിവരക്കേടാണ് പറയുന്നതെന്ന് ആലോചിച്ച് നോക്കൂ. ആ രീതിയിലൊന്നും ഉണ്ടായിട്ടില്ല. ഈ പറയുന്നതൊന്നും തന്നെ രാജ്യത്തിന്റെ താല്പര്യത്തിലുള്ളതല്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു സൈനികൻ കൂടിയായിരുന്ന ആളാണ് ശ്രീ സേനാപതി വേണു. അദ്ദേഹം പറയുന്നത് നോക്കൂ, എന്തിനാണ് രാത്രിയിലെങ്കിൽ അറ്റാക്ക് ചെയ്തതെന്ന്. അത് ഒന്നാമത്തെ കാര്യം പറഞ്ഞിട്ടല്ല, ഇത് മറ്റേ മീശമാധവൻ സിനിമയിലെ പോലെ വിളിച്ചു പറഞ്ഞിട്ട് ചെയ്യുന്ന വെടിവഴിപാടല്ലത്. ഇത് ഒന്നാമത് സർപ്രൈസ് അറ്റാക്കാണ്. സർപ്രൈസ് അറ്റാക്ക് ആയതുകൊണ്ടാണ് ആ ടൈം ചൂസ് ചെയ്യുന്നത്. രണ്ടാമത് കൊളാട്രൽ ഡാമേജ് മിനിമൈസ് ചെയ്യുന്നതിന് കൂടിയാണ്. കാരണം സിവിലിയൻ മൂവ്മെന്റ് ഒന്നും തന്നെ ഈ രാത്രിയിൽ ഈ 1:45 മറ്റും ഉണ്ടാകാനുള്ള ഒരു സാധ്യതയും ഇല്ലാത്തത് കൊണ്ട് കൊളാട്രൽ ഡാമേജിനെ കൂടി മിനിമൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ടൈമൊക്കെ തന്നെ ചൂസ് ചെയ്യുന്നത്. ആ സമയത്തിന് മുമ്പ് ഈ ഇൻഫർമേഷൻ അവിടെ കൊടുത്തു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 23 മിനിറ്റ് കൊണ്ട് മാത്രം 9 കേന്ദ്രങ്ങളെ നിഷ്പ്രഭമാക്കിയ ഒരു ഓപ്പറേഷനിൽ അവർ ശക്തമായി തിരിച്ചടിച്ചു എന്ന രീതിയിലത്തേക്കും അവരുടെ എയർ സ്പേസ് പോലും ബ്രീച്ച് ചെയ്തിട്ടില്ല എന്ന് സൈന്യം ഒഫീഷ്യലായിട്ട് പറഞ്ഞതിന് ശേഷവും നമ്മുടെ എത്ര വിമാനങ്ങൾ ഡൗൺ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അവർ നമ്മുടെ ഇങ്ങോട്ട് ഫയർ ചെയ്തതിന് ശേഷം നമ്മുടെ വിമാനങ്ങളെ ഡൗൺ ചെയ്തു എന്നാണോ പറയുന്നത്? പാകിസ്ഥാന് പോലും ഇല്ലാത്ത ക്ലെയിമാണ്. പാകിസ്ഥാൻ പോലും പറയുന്നത് എവിടെയാണ്, നമ്മുടെ ഫ്ലൈയിങ് അസറ്റുകളെ അവർ വീഴ്ത്തി എന്ന രീതിയിലത്തേക്കുള്ള അവരുടെ പ്രഖ്യാപനം വരുന്നത് പോലും പിന്നീടുണ്ടായിരിക്കുന്ന മിലിറ്ററി ഓപ്പറേഷൻസിലാണ്. അതായത് 2 സൈന്യങ്ങളും തമ്മിലുണ്ടായിരുന്നതിലാണ്. അല്ലാതെ ഈ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അവർക്ക് അങ്ങനെ ഒരു അഭിപ്രായമേ ഇല്ല. അപ്പൊ അവർ പറയുന്നതും അവർ പറഞ്ഞിട്ട് പോലും ഇല്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് കോൺഗ്രസ്, പവൻ ഖേര, രാഹുൽ ഗാന്ധി, ജയറാം രമേശ് ഇവരൊക്കെ തന്നെ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ, കേരളത്തിലെ കോൺഗ്രസ് പറയുന്ന ആരോപണങ്ങൾ, ഇത് ആരെ സഹായിക്കുന്നതാണ്? ഇപ്പൊ പവൻ ഖേര കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് മഞ്ജുഷ കണ്ടതല്ലേ? എന്താണ്, സിന്ദൂർ കാ സൗദ ഹോത്താ രഹ, PM മോദി ചുപ് രഹേ. എന്താ പറഞ്ഞത്? ഈ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് ദർ വാസ് എ ഒരു ഡീൽ ഉണ്ടായിരുന്നു. ആ ഡീൽ എന്താ? ഇൻഫർമേഷൻ ലീക്ക് ചെയ്ത് കൊടുത്തു. ആൻഡ് ദ PM റിമെയിൻഡ് സൈലന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രധാനമന്ത്രി കൂടി ദേശദ്രോഹിയാണ് എന്ന രീതിയിലും ഇങ്ങനെ ഒരു ഡീൽ ഉണ്ടാക്കി എന്ന രീതിയിലത്തേക്ക് പറഞ്ഞിരിക്കുന്നത് ആരാ? കോൺഗ്രസ് ആണ്. അത് ആരുടെ താല്പര്യമാണ്? നമ്മുടെ നാട്ടിലെ പിന്നെ എന്താണ് ഒരു ബിട്രയൽ പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് തന്നെ ഉണ്ടായി എന്ന രീതിയിലത്തേക്ക് പറയുന്നു. വിദേശകാര്യ മന്ത്രി ചെയ്തിരിക്കുന്നത് എസ്പേനാജ് ആണ്, അഥവാ ചാരപ്രവർത്തനമാണ് എന്ന് പറയുന്നു. ചാരപ്രവർത്തനം നടത്തുന്ന ആരാ? ധീര ദേശാഭിമാനികളാണോ? അല്ല. പാകിസ്ഥാന് വേണ്ടി ചാരപ്രവർത്തനം നടത്തുന്ന ആൾക്കാരെ രാജ്യദ്രോഹികൾ എന്നാണ് വിളിക്കുക, ദേശദ്രോഹികളാണ്. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്നതെല്ലാം വെച്ച് പ്രധാനമന്ത്രി ആയിക്കോട്ടെ വിദേശകാര്യമന്ത്രി ആയിക്കോട്ടെ ഒക്കെ ദേശദ്രോഹികളാണ് എന്ന് ഒരാൾ പറയുകയാണ്, പല ആൾക്കാർ പറയുകയാണ്, ഒരു പാർട്ടി പറയുകയാണ്. നമ്മുടെ ഈ കോൺഗ്രസിന്റെ തന്നെ, കേരളത്തിലെ കോൺഗ്രസിന്റെ തന്നെ ട്വീറ്റുകൾ കണ്ടില്ലേ? കേരളത്തിലെ കോൺഗ്രസ് തന്നെ അല്പം മുമ്പിട്ടിരിക്കുന്ന ട്വീറ്റുകൾ എടുത്ത് നോക്കൂ. ആ ട്വീറ്റുകളിലെല്ലാം തന്നെ ഇവരെ എല്ലാവരെയും തന്നെ തുടർച്ചയായിട്ട് സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്ന രീതിയിലത്തേക്ക് പറയുകയും നമ്മൾ ഈ അറ്റാക്ക് ചെയ്യുന്നതിന് മുമ്പ് ഇൻഫർമേഷൻ അവരെ ലീക്ക് ചെയ്തു എന്ന് പറയുകയാണ്. ഞാൻ പറഞ്ഞു, ഇത്രത്തോളം വലിയ ആരോപണം ഒരുപക്ഷെ ബാലക്കോട്ടിന്റെ കാര്യത്തിലാണെങ്കിലോ ഉറിയുടെ കാര്യത്തിലാണെങ്കിലോ ഒക്കെ ഉണ്ടാകാത്ത രീതിയിലത്തേക്കുള്ള വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം പറയുന്നതിന് മുമ്പ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടി എന്ന രാജ്യത്തിനെ നിരവധി വർഷം ഭരിച്ചിട്ടുള്ള ഒരു പാർട്ടിക്ക് എന്താണ് അക്കൗണ്ടബിലിറ്റി എന്നൊരു കാര്യത്തിനെ പറ്റി അറിയില്ലേ? ശ്രീ MS വേണുഗോപാൽ, കോൺഗ്രസ് നിരന്തരം ഇത്തരം കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറെയൊക്കെ അത്ഭുതപ്പെടുത്തുന്ന കാര്യങ്ങളും ചോദിക്കുന്നുണ്ട് കോൺഗ്രസ്. പക്ഷേ ചില ചോദ്യങ്ങൾ അതിന് മറുപടി കിട്ടേണ്ടതുമാണ്. അത് പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ പാർലമെന്റ് കൂടുമ്പോൾ പാർലമെന്റിൽ ഇക്കാര്യം മറുപടിയായിട്ട് നൽകേണ്ടതുമാണ്. ഇപ്പോൾ ഈ അസീം മുനീറിന്റെ ഫോട്ടോ ചേർത്ത് വെച്ചും അതുപോലെ തന്നെ ഈ മിർ ജാഫറുമായിട്ട്, ഒറ്റുകാരനായ മിർ ജാഫറുമായി താരതമ്യം ചെയ്തുകൊണ്ട് രാഹുൽ ഗാന്ധിയെ ചിത്രീകരിക്കുന്നത്, അത് BJPയുടെ ഭാഗത്തുനിന്നുണ്ടായത്, അത് താങ്കൾ ന്യായീകരിക്കുന്നുണ്ടോ? അത് ഞാൻ ഇന്നലെ വരെ പറഞ്ഞിരുന്നത് എൻ്റെ മുൻ പാനലിസ്റ്റുകൾ, അതായത് സേനാപതി വേണു ഒഴിച്ച് ബാക്കിയുള്ളവർ പറഞ്ഞിരുന്ന അതേ വാചകം തന്നെയാണ് ഞാനും പറഞ്ഞുകൊണ്ടിരുന്നത്, വിശ്വസിച്ചിരുന്നത്. പക്ഷേ ഇന്നലെ പലപ്പോഴായിട്ട് ഈ കോൺഗ്രസ് ഇങ്ങനെ സംസാരിക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് പോലും മനസ്സിലാകുന്ന ഒരു പൊളിറ്റിക്സ് ഇത്രയും നാൾ രാജ്യം ഭരിച്ച ഒരു കോൺഗ്രസ്സിന് മനസ്സിലാകുന്നില്ലേ എന്നുള്ളൊരു ചിന്തയിൽ നിന്ന് ഞാൻ ഡൽഹിയിലെയും മഹാരാഷ്ട്രയിലെയും എനിക്കറിയാവുന്ന NDAയിലെ 1-2 സുഹൃത്തുക്കളുമായിട്ട് സംസാരിക്കുകയുണ്ടായി. അപ്പോൾ അവരെന്നോട് പറഞ്ഞത്, വേണുഗോപാൽ ഒരു കാര്യം ചെയ്യുക, നിങ്ങൾ AICCയുടെ ഗുജറാത്ത് സമ്മേളനത്തിൻ്റെ, ഈ കഴിഞ്ഞ ഏപ്രിൽ നടന്ന സമ്മേളനത്തിൻ്റെ ആ ഔട്ട്കം എന്താണെന്ന് നോക്കുക, അതിൽ നിന്ന് പുറത്തു വന്ന രേഖ എന്താണെന്ന് നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ആ രേഖ നോക്കി, അത് കഴിഞ്ഞിട്ട് ഇവരുമായിട്ട് സംസാരിച്ചപ്പോൾ രേഖയിൽ പ്രധാനമായിട്ട് പറയുന്നത് കോൺഗ്രസ് മാറുന്നു, കോൺഗ്രസ്സിന് പുതിയ ഗെയിം പ്ലാൻ.
ആ ഗെയിം പ്ലാനിൽ അവർ ആദ്യമായിട്ട് പറയുന്നത് തെരഞ്ഞെടുപ്പ് പ്രശ്നമല്ല, തെരഞ്ഞെടുപ്പിനേക്കാൾ പ്രശ്നം സാമൂഹിക നീതിയാണ്. സാമൂഹിക നീതി നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിനേക്കാൾ മുഖ്യമായി കാണുന്നത് സാമൂഹ്യ നീതി നടപ്പിലാക്കുന്നതിന് വേണ്ട പദ്ധതികളാണെന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് പലരുമായി നടത്തിയ ചർച്ചകളിൽ നിന്നും ഞാൻ സ്വയം മനസ്സിലാക്കുന്നതുമായ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ AIC സമ്മേളനം വളരെ വ്യക്തമായ ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്. ഈ പറഞ്ഞതൊന്നും വിഡിത്തമാണെന്നോ ഈ പറഞ്ഞതൊന്നും തെറ്റാണെന്നോ എനിക്ക് തോന്നുന്നില്ല. അവരുടെ പോളിസി പുതിയ രീതിയിലേക്ക് പോവുകയാണ്. കേരളത്തിലെ UDF നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് അതിൻ്റെ ബേസ് പിടിച്ചുള്ള ഒരു കളിയാണ് ഇനി നടക്കാൻ പോകുന്നത്. രാഷ്ട്രീയ ചതുരംഗക്കളി. ഈ കളി എന്ന് പറയുമ്പോൾ ആർക്കും പേടിക്കരുത്. രാഷ്ട്രീയ ചതുരംഗക്കളിയിൽ കോൺഗ്രസ് പുതിയ ഒരു മാറ്റത്തിലേക്ക് വരുന്നു, പുതിയൊരു ഗെയിം പ്ലാൻ തയ്യാറാക്കിയിരിക്കുന്നു. ആ ഗെയിം പ്ലാൻ എന്തെന്ന് വെച്ചാൽ സൗത്ത് ഇന്ത്യയിലെ മുഖ്യ സംസ്ഥാനങ്ങളും പിടിക്കാൻ ഏറ്റവും എളുപ്പമായ മാർഗം കേരളത്തിലെ UDF കളിക്കുന്ന പ്ലാനാണ് എന്നവർക്ക് ബോധ്യമായിരിക്കുന്നു. ഇത് ഒരുപക്ഷെ രാഹുൽ ഗാന്ധി മാത്രം തീരുമാനിച്ചതായിരിക്കും. അദ്ദേഹത്തിന് ഒരുപാട് ഫീഡിങ് കിട്ടുന്നുണ്ടാവാം, അദ്ദേഹത്തിന് ഉപദേശിക്കുന്നവർ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവാം. അപ്പോൾ അവർ കണക്ക് കൂട്ടുന്നത് വലിയൊരു പ്ലാറ്റ്ഫോമാണ്. അത് പെട്ടെന്ന് നടക്കുമെങ്കിൽ പെട്ടെന്ന് നടന്നില്ലെങ്കിലും കുഴപ്പമില്ല. അതായത് 2014-ലും 2019-ലും 2014-ലും 2019-ലും 2024-ലും കേരളത്തിൽ യാതൊരുവിധ തകർച്ചയുമില്ല എന്ന് മാത്രമല്ല, ഏതാണ്ട് 1-2 സീറ്റുകൾ മാത്രം നഷ്ടപ്പെട്ട് മുഴുവൻ തൂത്തുവാരുന്ന സംവിധാനമുണ്ടായി. തമിഴ്നാട്ടിലും കർണാടകയിലും വലിയ കുഴപ്പമില്ലാതെ നിൽക്കാൻ പറ്റുന്നുണ്ട്. ആന്ധ്രയിലും അങ്ങനെ വേണമെങ്കിൽ നിൽക്കാൻ പറ്റും. ഇത്തവണ പറ്റിയില്ല, പക്ഷേ അങ്ങനെ പറ്റും. തെലങ്കാന ഇപ്പോൾ അവർ പിടിച്ചിട്ടുണ്ട്. മഹാരാഷ്ട്രയിലും ഗോവയിലും ഇത് പോകാം. ഫാർ ഈസ്റ്റ് നമ്മുടെ കിഴക്കൻ സംസ്ഥാനങ്ങളിലും ഈ പ്ലാൻ വിജയിക്കും എന്നുള്ള രീതിയിൽ, അതുപോലെ തന്നെ കാശ്മീർ അടക്കം പിന്നെ പല സംസ്ഥാനങ്ങളും അവർ എണ്ണി വെച്ചിട്ടുണ്ട്. അതായത് ഭരണം പിടിക്കണമെങ്കിൽ 100-ൽ നിന്നാൽ പോരാ എന്ന് കോൺഗ്രസ് ഇപ്പോൾ പഠിച്ചിരിക്കുന്നു. കോൺഗ്രസ് 200-ൽ കൂടുതൽ സീറ്റുകൾ പിടിക്കുക. ഇപ്പോൾ സൗത്ത് ഇന്ത്യയിൽ തന്നെ പിന്നെ UDF നയം എന്ന് ഞാൻ പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് വ്യക്തമായി കാണുമെന്ന് തോന്നുന്നു. അതായത് കേരളത്തിലെ UDF കളിക്കുന്നത് മതേതരത്വം പറയുകയും എല്ലാവരെയും ഉൾക്കൊള്ളുന്നുവെന്ന് പറയുകയും എന്നാൽ SDP-യും ജമാഅത്തെ ഇസ്ലാമിയും മുസ്ലിം ലീഗും അടക്കമുള്ളവരെ കൂട്ടുപിടിച്ചുകൊണ്ട് ഒരു ഫൈറ്റ് നടത്തുകയാണ്. ഈ ഫൈറ്റ് സൗത്ത് ഇന്ത്യ മൊത്തം പോകാമെന്നും വേണ്ടി വന്നാൽ ഗോവയിലും മഹാരാഷ്ട്രയിലും ഒക്കെ ഇത് വിജയിക്കുമെന്നും ബംഗാളിൽ ഇത് വിജയിക്കുമെന്നും ബീഹാറിൽ ഇത് വിജയിക്കുമെന്നും ഒക്കെയുള്ള ചിന്ത, ആസാമിൽ പോലും കുറേ സ്ഥലങ്ങളിലൊക്കെ ഇത് ഏൽക്കുമെന്നും നമ്മുടെ കിഴക്കൻ സംസ്ഥാനങ്ങളിലും ഇത് വിജയിക്കുമെന്നും ഒക്കെ ഉള്ളൊരു കണക്കൂട്ടലുണ്ട്. ദേശവിരുദ്ധർ എന്ന പഴി കേട്ടാലും കുഴപ്പമില്ല. കാരണം അതാ പറഞ്ഞേ, പെട്ടെന്ന് ഇനി ഒരു ഗെയിം പ്ലാൻ ചേഞ്ച് ചെയ്തു. ഗെയിം പ്ലാൻ ടോട്ടലി കോൺഗ്രസ് ചേഞ്ച് ചെയ്തിരിക്കുന്നു. ദേശവിരുദ്ധമല്ല പ്രശ്നം. ഞങ്ങളിപ്പോൾ ഒരു പുതിയ പദ്ധതി എടുത്തിട്ടുണ്ട്. ആ പദ്ധതി കേഡർ സംവിധാനം, അതായത് ഹിന്ദുത്വ അധിഷ്ഠിതമായ BJP-യുടെ കേഡർ സംവിധാനത്തിന് തുല്യമായൊരു കേഡർ സംവിധാനം സെറ്റപ്പ് ചെയ്യാനുള്ള പുതിയ നീക്കം കൂടിയാണിത്. അപ്പോൾ ആ കേഡർ സംവിധാനം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ അബിയൽ പോലെ നിൽക്കുന്ന യൂത്ത് കോൺഗ്രസ്സുകാരെ കൊണ്ടോ പറ്റില്ല. അതിന് വ്യക്തമായ ബാക്ക്ഗ്രൗണ്ടുള്ള ചില കേഡർ സംവിധാനങ്ങൾ ഉൾപ്പെടുത്തി ഓരോ നിയോജക മണ്ഡലങ്ങളും എണ്ണി പിടിക്കാൻ കഴിയുന്ന സംവിധാനം. ഒരു 200+, അതാണ് 240 ഇപ്പോൾ BJP-ക്കുള്ളത്. 200+ വന്നാൽ തന്നെ പലരും ഇങ്ങോട്ട് വരും. ഭരണം കിട്ടിയാൽ ഏത് ദേശസ്നേഹം പറയുന്നവരും ഇങ്ങോട്ട് പോരും എന്നൊക്കെയുള്ള ചില തിയറികളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴത്തെ പുതിയ നീക്കം. ഈ നീക്കം വളരെ സൂക്ഷിച്ച് രാഷ്ട്രം കാണേണ്ടതും ഈ ജനങ്ങൾ കാണേണ്ടതുമാണ്. ഇത് വളരെ ഭംഗിയായി കോൺഗ്രസ് അടുത്ത തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് തന്നെ, അടുത്ത മുഖ്യ തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് തന്നെ നടപ്പിലാക്കും. അതുപോലെ തന്നെ ഇതിനകത്ത് ജാതി സെൻസസിൻ്റെ കൂടെ വരുന്നതും ജാതിയുടെ ഒരു സ്പ്ലിറ്റപ്പ് വരുന്നതും അതിൽ കുറേ പേരെ കൂടെ പിടിച്ചു നിർത്താൻ കഴിയുകയും ചെയ്തു കഴിഞ്ഞാൽ 240-250 വരെ സീറ്റുകൾ കോൺഗ്രസ്സിന് കിട്ടുമെന്ന് അവർ കണക്കുകൂട്ടുന്നു. സൗത്ത് ഇന്ത്യ പൂർണ്ണമായിട്ടും കൈക്കൽ ഒതുക്കാൻ പറ്റും എന്നും വിശ്വസിക്കുന്നു. ഇത് വളരെ ടാക്ട്ഫുള്ളായിട്ടുള്ള ഒരു നീക്കമാണ്. കോൺഗ്രസ് മാറുന്നു, കോൺഗ്രസിൻ്റെ ഗെയിം മാറുന്നു. ശരി, ശ്രീ മോഹൻ വർഗീസ്, താങ്കൾ യോജിക്കുന്നുണ്ടോ ഇതിനോട്? എനിക്ക് ഒരു തിയറി എന്ന നിലയിൽ മാത്രമേ അതിനെ കാണാനാവൂ. എനിക്കതിനോട് പൂർണ്ണമായി യോജിക്കാനാവില്ല. കാരണം കോൺഗ്രസ് പാർട്ടി ഒരു മാസ് പാർട്ടിയാണ്, ജനാധിപത്യ പാർട്ടിയാണ്. എല്ലാ തരത്തിലുള്ള അഭിപ്രായങ്ങൾക്കും കോൺഗ്രസിൽ സ്ഥാനമുണ്ടാകും.
ഒരു കെയ്ഡഡ് സ്വഭാവത്തിലേക്ക് വരണമെന്ന് കോൺഗ്രസ് അങ്ങ് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഈ അണികളുടെ ഒരു DNA ഉണ്ടല്ലോ, കോൺഗ്രസിൻ്റെ DNA എന്നൊക്കെ പറയുന്നത് വളരെ വളരെ വ്യത്യസ്തമായ മറ്റേ ഒരു കെയ്ഡഡ് സംവിധാനത്തോടൊട്ടും ചേരുന്ന ഒരു ജനിതക ഘടനയല്ല കോൺഗ്രസിനുള്ളത്. അത് മാത്രമല്ല ദക്ഷിണേന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങൾ ഇനി ഏതെങ്കിലും കാരണവശാൽ ഈ മണ്ഡല പുനഃസംഘടനയൊക്കെ ജനസംഖ്യ അടിസ്ഥാനത്തിൽ നടക്കുകയും ദക്ഷിണേന്ത്യയുടെ ഈ പാർലമെൻറ്റിലെ ആ ഒരു വിഹിതം ശതമാനക്കണക്കിൽ കുറഞ്ഞു വരികയൊക്കെ ചെയ്യുന്ന അന്തരീക്ഷത്തിൽ ഈ പറയുന്ന നമ്പേഴ്സിലേക്കൊക്കെ കോൺഗ്രസ്സിന് പോകാൻ മുസ്ലിം പ്രീണന നയം അല്ലെങ്കിൽ സെക്യുലറിസം പുറമേ പറയുകയും ഒരു ന്യൂനപക്ഷ പ്രീണന നയത്തിലൂടെ കൊണ്ടുവരാനാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം കേരളത്തിൻ്റെ ഒരു ഡെമോഗ്രാഫിക് കോമ്പോസിഷൻ അല്ല തമിഴ്നാടിൻ്റെയോ കർണാടകയുടെയോ ആന്ധ്രാപ്രദേശിൻ്റെയോ തെലുങ്കാനയുടെയോ ഒക്കെ. അപ്പോൾ അവർ മഹാരാഷ്ട്ര വിട്ടോളൂ, മഹാരാഷ്ട്രയിൽ BJP സാമാന്യം ശക്തമാണ്. അപ്പോൾ ഹിന്ദുത്വ ശക്തികൾക്ക് കാര്യമായ വേരോട്ടമുള്ള ഒരിടവുമാണ്. അപ്പം ഈ പറയുന്ന നമ്പേഴ്സിലെത്തി നിൽക്കാൻ കോൺഗ്രസ്സിന് മോഹിക്കാം. ശ്രീ വേണുഗോപാൽ പറയുന്നതിനെ ലോജിക് എന്ന് പറയുന്നത് കോൺഗ്രസ്സിനെ അങ്ങനെ ചിന്തിക്കാം, ഒരു പാരഡൈം ഷിഫ്റ്റ്. പക്ഷേ ആ ഒരു പാരഡൈം ഷിഫ്റ്റ് ആ രൂപത്തിലാണ് ഗുജറാത്തിൽ വെച്ച് നടന്ന ഒരു സമ്മേളനത്തിൽ സംഭവിച്ചത് എന്ന് എനിക്ക് കരുതുന്നു. ഞാൻ അങ്ങനെയല്ല. ഒരു കാര്യം കൂടെ ഞാൻ ആഡ് ചെയ്യാൻ വിട്ടുപോയി. അതായത് ഗുജറാത്ത് സമ്മേളനത്തിന് മുമ്പായിട്ട് ഒരു തിയറി രാഹുൽ ഗാന്ധി പറയുകയുണ്ടായി. അതായത് കോൺഗ്രസിനുള്ളിൽ BJP സ്പീക്കിംഗ് സെൽസ് ഉണ്ട്, കോൺഗ്രസിനുള്ളിൽ BJPക്കാരുണ്ട്, അവരെ മുഴുവൻ പുറത്താക്കുമെന്ന്. അതായത് കോൺഗ്രസിൽ നോർത്ത് ഇന്ത്യയിലെ ഹിന്ദുക്കളുമായി ഒത്തുനിൽക്കണമെന്ന് വാദിക്കുന്ന ഒരു വിഭാഗമുണ്ട്. ആ വിഭാഗത്തിനെ ഒന്നായി പുറത്താക്കുകയും എന്നാൽ കോൺഗ്രസിൻ്റെ കൂടെ എല്ലാവരെയും ഉൾക്കൊള്ളണമെന്ന സ്ലോഗൻ വെച്ചുകൊണ്ട് നിലവിലെ സാഹചര്യത്തിൽ ഒത്തുപോകാൻ കഴിയുന്നവരെ കൂടെ നിർത്തുകയും ചെയ്യുന്ന കേരളത്തിലെ UDF ലൈൻ തുടരാം. അതോടൊപ്പം BJP സ്ലീപ്പർ സെല്ലുകൾ ഉണ്ട്, അവരെ പുറത്താക്കുക എന്ന് പറഞ്ഞാൽ ഹിന്ദുത്വവാദികളായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിൽ ഈ ചിത്രമല്ല വേണ്ടത്, നോർത്ത് ഇന്ത്യയിൽ വേറൊരു പിക്ചറാണ് വേണ്ടത് എന്ന് പറയുന്നവരെ പതുക്കെ ചവിട്ടി മാറ്റുക എന്നുള്ളൊരു നടപടിയും കൂടെ താമസിയാതെ ഉണ്ടാവും. പക്ഷേ നോർത്ത് ഇന്ത്യ ഇല്ലെങ്കിൽ എങ്ങനെ സാധിക്കുമെന്നുള്ളതുണ്ടല്ലോ. ചരിത്രപരമായി കോൺഗ്രസിൽ വിവിധ ചിന്താധാരകൾ ഉണ്ടായിരുന്നു. ശ്രീ വേണുഗോപാൽ പറയുന്നത് പോലെ ഉള്ള ഈ തീവ്ര ഇടത്ത് വികാരമുള്ളവരുണ്ട്, തീവ്ര വലത് വികാരം ഉള്ളവരുണ്ട്. സുഭാഷ് ചന്ദ്രബോസിനെ പോലെ ദേശീയതയെ മറ്റൊരു തലത്തിലേക്ക് ഉയർത്തിയ ആളുകളുണ്ട്. സർദാർ പട്ടേലിനെ പോലെയുള്ള ചെറിയ മൃദു ഹിന്ദുത്വ എന്ന് ഇപ്പോൾ പറയുന്ന മുൻകാല പ്രാബല്യത്തിൽ പറയുന്ന വിഭാഗങ്ങളുണ്ട്. ഇതെല്ലാം മധ്യവർദ്ധികളായ ആളുകളുണ്ട്. ഈ നെഹ്റുവിനെ പോലെയുള്ള ആളുകൾ അഗ്നോസ്റ്റിക്കാണ്. അവർ മതനിരപേക്ഷമെന്ന് പറയുന്നത് ശരിയല്ല, അഗ്നോസ്റ്റിക് ഒരു രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ അതിൽ നിന്നെല്ലാം ഉരുത്തിരിഞ്ഞു വന്ന ഒരു വലിയൊരു ചിന്താസരണിയാണ് കോൺഗ്രസ്. അതുകൊണ്ട് ഇന്ന് കോൺഗ്രസ് ആലോചിക്കുമ്പോൾ പാകിസ്ഥാൻ പക്ഷപാതിത്വത്തോടെ രാഹുൽ ഗാന്ധി ഒരു പ്രസ്താവന നടത്തിയാൽ അത് രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ അന്ത്യമായിരിക്കും, കോൺഗ്രസ് പാർട്ടിയുടെ രാഷ്ട്രീയ ചരമമായിരിക്കും. ഇത്രയും ഒരു ബേസിക് കാര്യം നമ്മൾ മനസ്സിലാക്കിയെങ്കിലേ പറ്റൂ. അതെനിക്ക് തോന്നുന്നത് എല്ലാ ശരാശരി കോൺഗ്രസ്സുകാർക്കും അത് മനസ്സിലാകുന്നതാണ്. ഇവിടെ രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനയെ നമ്മൾ കാണുന്നത് ഈ പാകിസ്ഥാൻ പക്ഷപാതപരം എന്നല്ല, മറിച്ച് ആ പ്രസ്താവനയുടെ കണ്ടന്റിൽ ഞാൻ യാതൊരു കുഴപ്പവും കാണുന്നില്ല. പക്ഷേ അതിൻ്റെ ടൈമിംഗ് ഇതാണോ? ഹീ ഈസ് ദ റൈറ്റ് പേഴ്സൺ ടു ആസ്ക് ക്വസ്റ്റ്യൻസ്. എനിക്ക് സംശയമില്ല. രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവാണ്, നൂലിൽ കെട്ടി ഇറങ്ങി വന്ന ആളല്ല. അദ്ദേഹം ഇന്ത്യയുടെ പാർലമെൻറ്റിൻ്റെ അധോമണ്ഡലത്തിലെ ലോക്സഭയിലെ പ്രതിപക്ഷത്തെ ഏറ്റവും പ്രമുഖ കക്ഷിയായ കോൺഗ്രസിൻ്റെ 99 അംഗങ്ങളുടെ നേതാവാണ്, പ്രതിപക്ഷ നേതാവാണ്, ഔപചാരികമാണ്. ആ നേതാവല്ലേ ചോദിക്കേണ്ടത് രാജ്യത്തിൻ്റെ ജനങ്ങളുടെ സുരക്ഷയ്ക്ക് ഭംഗമുണ്ടാകുന്ന കാര്യങ്ങൾ എന്തെങ്കിലും സംഭവിച്ചോ, ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും വീഴ്ച സംഭവിച്ചോ ചോദിക്കാം. പക്ഷേ ഈ ചോദിക്കുന്നതിന് ഒരു സമയവും കാലവും ഒക്കെ ഉണ്ട്. ഇതിൻ്റെ പേരാണ് ഔചിത്യബോധം എന്നത്. ഇവിടെ രാജ്യമൊറ്റക്കെട്ടായി ഇപ്പോഴും പഹൽഗാം ആക്രമണത്തിന് മറുപടി കൊടുത്ത ഓപ്പറേഷൻ സിന്ദൂർ തുടരുകയാണ് ശ്രീ മഞ്ജുഷ്. ഇത് തൽക്കാലത്തേക്ക് ചോദ്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഈ പറയുന്ന പോലെ പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകിയാണ് ഇന്ത്യ ആക്രമിച്ചത്, അവിടെ മാറ്റേണ്ടവരെ മാറ്റിക്കുക എന്നുള്ള കാര്യത്തോട് താങ്കൾ യോജിക്കുന്നുണ്ടോ? അങ്ങനെ കോൺഗ്രസ് ഇങ്ങനെ പറയുന്നത് കോൺഗ്രസ് അല്ല പറയുന്നത്. ഇതിനകത്ത് ഇങ്ങനെ ഒരു കാര്യം, ഇവിടെ ആശയക്കുഴപ്പം വന്നത് ശ്രീ ജയശങ്കറിന്റെ പ്രസ്താവനയാണോ അതോ ഈ ആർമി നേരത്തെ പറഞ്ഞതുപോലെ ഈ ആർമിയുടെ ഭാഗത്തു നിന്ന് വന്ന ക്ലാരിഫിക്കേഷൻ ആണോ? ടൈമിംഗ് ഒരു വിഷയമാണ് ഇവിടെ.
അപ്പോൾ അവിടെ ഏതെങ്കിലും രാജ്യം സാമാന്യ ബുദ്ധി അനുസരിച്ച് ശ്രീ മഞ്ജുഷ് ആലോചിക്കൂ, ഏതെങ്കിലും ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യം മറ്റൊരു രാജ്യവുമായി ഇങ്ങനെ ഒരു പോരാട്ടത്തിലേക്ക് ഏർപ്പെടുമ്പോൾ, ഒരു സർജിക്കൽ സ്ട്രൈക്കിന് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ, ഞങ്ങൾ നിങ്ങളുടെ ഇന്ന കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നു, നിങ്ങൾ വേണമെങ്കിൽ ഈ ആളുകളെ, ഞങ്ങൾ തേടിക്കൊണ്ടിരിക്കുന്ന ഭീകരന്മാരെ മാറ്റിക്കൊള്ളൂ, ഈ മുന്നറിയിപ്പ് നൽകുമോ? ഇത് ഏത് കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്? പക്ഷേ ഇവിടെ ഒരു കൊളാട്രൽ ഡാമേജ്, ശ്രീജിത്ത് പണിക്കർ സൂചിപ്പിച്ചതുപോലെ കൊളാട്രൽ ഡാമേജ് ഒഴിവാക്കേണ്ടതുണ്ട്. കാരണം ഇത് ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റിയുടെ മുമ്പിൽ ഇന്ത്യ ഈസ് എ റെസ്പോൺസിബിൾ മിലിറ്ററി പവർ, പൊളിറ്റിക്കൽ പവർ, ഡെമോക്രാറ്റിക് പവർ. അപ്പോൾ ആ ഒരു കമ്മിറ്റ്മെൻറ്റ് നമുക്കുണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്നത് ടാർഗറ്റഡ് കേന്ദ്രങ്ങളാണ്. പാകിസ്ഥാൻ എന്ന രാജ്യത്തെയോ ജനതയോ സൈന്യത്തെയോ അല്ല ഇന്ത്യ ടാർഗറ്റ് ചെയ്തത്. സൈന്യത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത് 2ാം റൗണ്ടിലാണ്. തിരിച്ച് ആക്രമണം സംഭവിച്ചതിന് ശേഷം വീണ്ടും പ്രത്യാക്രമണം നടത്തിയപ്പോഴാണ് സൈനിക കേന്ദ്രങ്ങളിലും എയർഫീൽഡുകളിലും ഇന്ത്യ ആക്രമണം അഴിച്ചുവിട്ടത് എന്നുകൂടി ഓർക്കണം. ഇത് ആദ്യ റൗണ്ടിലെ സൂചനയാണ്. അവിടെ സ്വാഭാവികമായി ഉണ്ടാകേണ്ട ഒരു പരസ്പരം ഹോട്ട്ലൈൻ ബന്ധത്തിൽ കവിഞ്ഞ ഒരു ഇടപാട് ഉണ്ടായി എന്ന് കരുതാനാവില്ല. പക്ഷേ ആ ചോദ്യം ഇവിടെ രാഹുൽ ഗാന്ധി ചോദിച്ചതിൽ അപാകതയില്ല. പക്ഷേ വിമാനങ്ങൾ താഴെ വീണോ എന്ന് ചോദിച്ചു. 2 ചോദ്യങ്ങളാണ് ചോദിച്ചത്. ഇങ്ങനെ മുൻകൂർ ഇത് കൊടുത്തോ? അപ്പോൾ ക്ലാരിഫൈ ചെയ്താൽ മതിയാകും. ഗവൺമെൻറ് ഭാഗത്തു നിന്നുള്ള ക്ലാരിഫിക്കേഷൻ അങ്ങനെയല്ല. ഇത് അറ്റ് ദ ടൈം ഓഫ് അറ്റാക്ക് അല്ല, ഇതിന് ശേഷം ആണ്, അല്ലെങ്കിൽ ആ ടൈമിങ് ബിഫോർ ദ അറ്റാക്ക് അല്ല, അത് കൃത്യമായിട്ട് വെറുതെ വളച്ചൊടിച്ചു കൊണ്ടുവന്നാണ് രാഹുൽ ഗാന്ധി ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത്. ശ്രീ സേനാപതി വേണു, ഇത് കോൺഗ്രസിന് മനസ്സിലാകാത്തത് കൊണ്ടല്ല. ഇവിടെ ശ്രീ വേണുഗോപാൽ ഒരു തിയറി അവതരിപ്പിച്ചിരുന്നു. ഗുജറാത്ത് സമ്മേളനത്തിൽ കോൺഗ്രസ് എടുത്ത ആ തീരുമാനം, അതിന്റെ ബാക്കി പത്രമാണോ ഈ കാണുന്നതൊക്കെ? അവിടെ പക്ഷേ കടന്നു വരുന്നത് പാകിസ്ഥാൻ അനുകൂല പ്രസ്താവനകളാണ്. എനിക്ക് ശ്രീ വേണുഗോപാലിന്റെ ഈ ചാനൽ ഡിബേറ്റിലുള്ള ചർച്ച കേട്ടിട്ട് ഞാൻ വളരെ എനിക്ക് വെറും കൗതുകം എന്നേ തോന്നിയുള്ളൂ, അല്ലാതെ അതിനപ്പുറത്തേക്ക് വേറൊന്നും. കാരണം ഞാൻ അദ്ദേഹത്തോട് വിനീതമായിട്ട് ചോദിക്കുന്നു, സർ, വാരണാസിയിൽ നരേന്ദ്രമോദിയുടെ ഭൂരിപക്ഷം 5 ലക്ഷത്തിൽ നിന്ന് 1.25 ലക്ഷം അല്ലെ 1.25 ലക്ഷം ആയത് അവിടെ SDPI-കാരനെ കൂട്ടി പിടിച്ചിട്ടാണോ? മീററ്റിൽ ശ്രീ അമേഠിയിൽ രാഹുൽ ഗാന്ധിയുടെ പറഞ്ഞ ഭൂരിപക്ഷം അത് എന്താ പറഞ്ഞേ, UP-യിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷമായത് SDPI-കാരനെ വല്ലതും കൂട്ടും. അവിടെ ഒന്നും SDPI ഇല്ല സാറേ, അവിടെ മുസ്ലിം കമ്മ്യൂണിറ്റി പോലും ഇല്ലാത്ത നിങ്ങളെ പോലുള്ള ആളുകൾ ഈ RSSന്റെ നറേറ്റീവുമായി. ഏതായാലും ഒരു കാര്യം എനിക്ക് ബോധ്യപ്പെട്ടു, നിങ്ങളുടെയൊക്കെ ഉള്ളിലെ വിഷം അതൊക്കെ സമയാസമയങ്ങളിൽ പുറത്തു വരുന്നത് അതൊക്കെ കാണുമ്പോൾ സാർ, നിങ്ങൾ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ഞങ്ങളെ അങ്ങ് രാജ്യദ്രോഹം, ഞങ്ങൾ 19 കൊല്ലം ഭരിച്ചതാ സാർ, ഞങ്ങൾ ഉണ്ടാക്കി വെച്ച സംവിധാനമല്ലേ ഇപ്പോഴും ഉള്ളൂ, അല്ലാതെ ഇന്ത്യയുടെ ചരിത്രം 2014 ശേഷം തുടങ്ങിയതൊന്നും അല്ലല്ലോ. ഞങ്ങൾ രൂപം കൊടുത്ത ആർമി, ഞങ്ങൾ രൂപം കൊടുത്ത സംവിധാനം, ഞങ്ങൾ ഉണ്ടാക്കിയ രാജ്യം, ഇതെല്ലാം കോൺഗ്രസിന്റെ കൈകളിലൂടെ വന്നതല്ലേ. എന്നിട്ട് നിങ്ങളെ പോലുള്ള ആള് ഞങ്ങൾ ചോദിച്ച ചോദ്യം വളരെ, അത് മഞ്ജുഷെ നിങ്ങൾക്കത് ബാലിശമായിട്ട് തോന്നാം. ഞാൻ ശ്രീ ശ്രീജിത്ത് പറഞ്ഞ എന്താ പറഞ്ഞ അദ്ദേഹത്തിന്റെ വ്യാഖ്യാനം അതല്ലല്ലോ ജയശങ്കർ പറഞ്ഞത്. ജയശങ്കർ വാർത്താ സമ്മേളനത്തിൽ ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി വളരെ സ്പഷ്ടമായിട്ട് പറയുന്നു, ഒന്നുകിൽ ഇവർ പറയട്ടെ അദ്ദേഹം പറഞ്ഞത് തെറ്റ്. ഇനി രാജീവ് ഗായി, ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻ, അദ്ദേഹം എപ്പോഴാണ് ഈ ഒരു വാർത്താ സമ്മേളനം പുറത്തു പറയുന്നത്? അദ്ദേഹത്തിന് ഇവ കാര്യങ്ങൾ എന്തെങ്കിലും പറയാൻ പറ്റുമോ? അദ്ദേഹം പറയുന്നത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടക്കുന്ന സൈനികമായിട്ടുള്ള ആ പ്രവർത്തനങ്ങളെ കുറിച്ച് മാത്രമേ അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഞങ്ങൾ വിനയപുരസരം ചോദിക്കുന്ന ഒരു ചോദ്യം, എന്തുകൊണ്ട് ജയശങ്കറിനെ പോലെ ഒരാള് ഇത്തരം ഒരു കാര്യം പറഞ്ഞിരിക്കുന്നു? ആ പറഞ്ഞിരിക്കുന്ന കാര്യത്തിൽ എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ? ഇനി ഇല്ലെങ്കിൽ വിവരം പറഞ്ഞാൽ മതി. ഇനി ഇപ്പോഴും ശ്രീജിത്ത് ഞങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, പഹൽഗാമിൽ ആക്രമിച്ച ആ ഭീകരന്മാർ ദേ വെന്റ് ബാക്ക്, അതല്ലേ പറഞ്ഞോളൂ, അവർ തിരിച്ചുപോയി, അവരെങ്ങോട്ട് പോയി? നിങ്ങൾ പറയുന്നേ ഇത്രയും ദിവസമായല്ലോ, കഴിഞ്ഞ ഏപ്രിൽ 22-ാം തീയതിക്ക് ശേഷം നാളെ മറ്റന്നാൾ ആവുമ്പോഴത്തെ 22 ആവുമല്ലോ, ഒരു മാസമായല്ലോ, ഇവരെങ്ങോട്ട് പോയി? ഞങ്ങൾ ഈ ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങൾ ഞങ്ങളെ രാജ്യദ്രോഹികളാക്കുന്നു അല്ലെ? 58 കൊല്ലക്കാലം ഈ രാജ്യം ഭരിച്ച ഞങ്ങളോട് ഞങ്ങൾക്ക് സൈന്യത്തെ വിശ്വാസമില്ലെന്ന്. സാർ, ഞങ്ങൾക്കേ സൈന്യത്തെ വിശ്വാസമുള്ളൂ. ആ വിശ്വാസം ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത്, ചിലരൊക്കെ പ്രവർത്തിക്കുന്നത് മിർജാഫർ ഖാൻമാരുടെ രീതിയിലാണ്. രാജ്യത്തിന്റെ സൈന്യം ശത്രുവിനെ നേരിടാൻ പോകുമ്പോൾ സൈന്യം വരുന്നു, നിങ്ങൾ മറുകൃതി ചെയ്തോ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാണല്ലോ ജയശങ്കറിന്റെ വാക്കുകളിലൂടെ പുറത്തു വരുന്നത്. ഞങ്ങളത് ചോദ്യം ചെയ്യും സാർ. ആ ചോദ്യം ചെയ്യലിനെ പിന്നെ മോഹൻ ശങ്കർ സാർ പറഞ്ഞു, അത് ഞാൻ ഓക്കെ, അത് ഇപ്പോൾ ചോദിക്കാൻ പറ്റുന്ന ചോദ്യമാണോ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ തന്നെയാണ് ചോദിക്കേണ്ടത്.
പിന്നെ എപ്പോഴാണ് ചോദിക്കേണ്ടത്? കാരണം ഇപ്പോ സീസ് ഫയർ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. അല്ലെ, ഈ മറ്റൊരു കാര്യമുണ്ട് ശ്രീ സേനാപതി വേണു, ഈ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ ഇപ്പൊ പാകിസ്ഥാന്റെ വാദം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയും പാകിസ്ഥാനെയും ഒരേ രീതിയിൽ ലോക രാജ്യങ്ങൾ താരതമ്യം ചെയ്തു തുടങ്ങി എന്നാണ് പാകിസ്ഥാന്റെ പുതിയ അവകാശവാദം. അതിന് അവരുടെ പിൻബലം എന്താണ്? ഇവിടെ ഈ രാഹുൽ ഗാന്ധിയെ പോലുള്ള നേതാക്കളുടെ പ്രസ്താവനകൾ വെച്ചുകൊണ്ടാണ് പാകിസ്ഥാൻ ഇത് പറയുന്നത്. ഷെഹബാസ് ഷെരീഫ് പോലും പറയുന്നത് അങ്ങനെയാണ്. നമ്മൾ എന്തിനാണ് സർവകക്ഷി സംഘത്തെ വിവിധ നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ ലോകരാഷ്ട്രങ്ങൾ സന്ദർശിക്കാനായിട്ട് വിടുന്നത്? പാകിസ്ഥാൻ പല നെറേറ്റീവുകളും പറയും, അവർക്ക് പല കാര്യങ്ങളും പറയാനുണ്ട്. അതുകൊണ്ട് ഗുണമില്ല എന്നാണ് കോൺഗ്രസിന്റെ വാദം. അതും കോൺഗ്രസിന്റെ വാദമാണ് കേട്ടോ. ജയറാം രമേശ് ഇന്നലെയും പറഞ്ഞിരുന്നു സർവകക്ഷി സംഘം കൊണ്ടൊന്നും ഗുണമില്ല, പിന്നെ ഞങ്ങൾ സഹകരിക്കാൻ വേണ്ടി അങ്ങ് സഹകരിക്കുന്നു എന്നാണ്. അല്ല, നോക്കൂ, ഒരു ജനാധിപത്യ രാജ്യത്ത് സർവകക്ഷി സംഘം പോകുന്നതും സർവകക്ഷി സംഘങ്ങൾ പോയി ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നതും ഒക്കെ നമ്മുടെ ഒരു പാരമ്പര്യത്തിന്റെ ഭാഗമാണ്. അതിന്റെ റിസൾട്ട് എന്താ എന്നുള്ളത് പിന്നീട് കാലം തെളിയിക്കേണ്ട കാര്യമാണ്. അതിനെക്കുറിച്ചൊന്നും ഇപ്പൊ പറയാൻ ഞാനല്ല. പക്ഷേ ഞങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ടല്ലോ, ആ ചോദ്യത്തിന്റെ ഒരു ഉത്തരം കിട്ടണമല്ലോ. എന്തുകൊണ്ട് ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി അങ്ങനെ ഒരു പ്രസ്താവന നടത്തി? ആ പ്രസ്താവനയെ ആസ്പദമാക്കിക്കൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ എത്ര എയർക്രാഫ്റ്റ് നമ്മുടെ വീഴ്ചിട്ടുണ്ട്? ശത്രുവിനെ ആക്രമിക്കാൻ നമ്മൾ പോകുന്ന വിവരം മുൻകൂട്ടി ശത്രുവിന് കൊടുത്തു ശേഷം നമ്മൾ ഈ കഥകളെ കുറിച്ച് പറയുമ്പോൾ ആ ചോദ്യമാണ് ചോദിച്ചത്. ആ ചോദ്യം ചോദിക്കുന്നവൻ പാകിസ്ഥാൻ പക്ഷപാതിയാണ്. എന്താ പറഞ്ഞേ, അവിടുത്തെ പാകിസ്ഥാന്റെ എത്ര എയർക്രാഫ്റ്റുകൾ നമ്മൾ തകർത്തു എന്നുള്ള ചോദ്യം കോൺഗ്രസിൽ നിന്ന് ഉണ്ടായിട്ടില്ല. ഇന്ത്യയുടെ നേട്ടം എത്രയാണ് എന്നുള്ള ചോദ്യം ഉണ്ടായില്ല. നമ്മുടെ എത്ര എയർക്രാഫ്റ്റുകൾ നഷ്ടമായി എന്നാണ് കോൺഗ്രസ് ചോദിക്കുന്നത്. അതായത് കോൺഗ്രസിന് സൈന്യത്തിൽ വിശ്വാസമില്ല എന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഇന്ത്യ ഉദാഹരണ സഹിതമാണ്, ദൃശ്യങ്ങൾ സഹിതമാണ് ഇന്ത്യ പാകിസ്ഥാനിൽ നടത്തിയ ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെയാണ് ഇന്ത്യ പുറത്തുവിട്ടത്. ഓരോ വാർത്താ സമ്മേളനത്തിലും ഇന്നും പുറത്തുവിട്ടിട്ടുണ്ട്. ഇന്ന് വ്യോമസേന, ഇന്നലെ കരസേന പുതിയ പുതിയ ദൃശ്യങ്ങൾ വിടുന്നു. പാകിസ്ഥാനിൽ ഒരു ദൃശ്യവും വന്നിട്ടില്ല. പാകിസ്ഥാൻ ആകെ ഇതിനെല്ലാം ആധാരമായി ഉപയോഗിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെയും കോൺഗ്രസ് നേതാക്കളുടെയും ട്വീറ്റുകളും പ്രസംഗങ്ങളുമാണ്. അല്ല, സൈന്യത്തിന് വിശ്വാസമുണ്ടോ, അല്ലെ കോൺഗ്രസിന് സൈന്യത്തെ വിശ്വാസമുണ്ടോ? ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. ഞാൻ വിനീതമായിട്ട് ചോദിക്കുന്നു, DRDOയുടെ ഒരു സയന്റിസ്റ്റ് പ്രദീപ് കരുൾക്കർ, അദ്ദേഹം RSSുമായിട്ട് ബന്ധപ്പെട്ടതാണ്, ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷനിൽ പെട്ടതാണ്. അദ്ദേഹത്തെ ചാരവൃത്തിക്ക് പിടിച്ചു. അദ്ദേഹം മറ്റേ സഹോദരന്മാരൊന്നും അല്ലല്ലോ. മുമ്പ് ചോദിച്ചല്ലോ, എന്താ പറഞ്ഞേ, വിജയ് ഷാ എന്ന് പറയുന്ന മന്ത്രി ചോദിച്ച ഒരു ചോദ്യമുണ്ടല്ലോ, അപ്പുറത്തെ ആളുകളുടെ സഹോദരി. ഇന്നലെ പിടിച്ചിരിക്കുന്ന ജ്യോതി മൽഹോത്ര ആരുടെ സഹോദരിയാ? ഇവിടെ ചാരവൃത്തി നടത്തുന്നു, ISIക്ക് വേണ്ടി ചാരവൃത്തി നടത്തുന്ന ജ്യോതി മൽഹോത്ര ആരുടെ സഹോദരിയാണ്? വീണ്ടും ഞാൻ ചോദിക്കുന്നു, ധ്രുവ് സക്സേന എന്ന് പറയുന്ന BJPയുടെ ഒരു നേതാവ് ISIക്ക് വേണ്ടി ചാരവൃത്തി നടത്തിയതിന്റെ പേരിൽ ഇന്റലിജൻസ് പിടിക്കപ്പെട്ടിരിക്കുന്നു. അപ്പൊ ഇവരെ കുറിച്ച് വല്ലതും ചർച്ചയുണ്ടോ? ഈ കാര്യങ്ങളൊന്നും ചർച്ചയില്ലല്ലോ. ഇന്ത്യൻ സേനയ്ക്ക് അഭിമാനമായിരുന്ന സൊഫിയ ഖുറേഷിയെ പോലെ ഒരു കേണലിനെ ഇത്ര പരസ്യമായി അധിക്ഷേപിച്ച ആളുകളെ ഈ IT സെല്ലിന്റെ ആളുകളൊന്നും തള്ളിപ്പറയാനായിട്ട് തയ്യാറായിട്ടില്ലോ. അപ്പോ ഇതൊക്കെ കൂട്ടി വായിക്കുന്നെന്താ? നമ്മൾ മാത്രം രാജ്യസ്നേഹികള്, ബാക്കിയുള്ളവരൊക്കെ രാജ്യദ്രോഹികള്. ഈ പ്രസ്താവനയൊക്കെ ഇറക്കി കോൺഗ്രസിനെ ആക്ഷേപിക്കാമെന്ന് ചിലരൊക്കെ വിചാരിക്കുന്നു. വേണുഗോപാൽ പറഞ്ഞത് തന്നെയാണ് കാര്യം. 400-ൽ എത്താമെന്നുള്ളത് 240-ൽ ഞങ്ങൾ എത്തിച്ചു. അടുത്ത പ്രാവശ്യം 140-ൽ എത്തും. അത് ദേശദ്രോഹം പറഞ്ഞൊന്നുമല്ല സാർ, ദേശത്തോടുള്ള കോൺഗ്രസിന്റെ കൂറ് പറഞ്ഞ് 58 കൊല്ലം ഞങ്ങൾ ഈ രാജ്യം ഭരിച്ചപ്പോൾ ഞങ്ങൾ ഈ രാജ്യത്തിന് വേണ്ടി ചെയ്തത് പറഞ്ഞ് പാകിസ്ഥാനെ 2 കഷ്ണമാക്കിയ അന്നത്തെ കോൺഗ്രസിന്റെ ഭരണത്തിന്റെ ചരിത്രം പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഈ രാജ്യത്ത് മുന്നേറും. അപ്പൊ നിങ്ങളെ പോലുള്ള ആളുകൾക്ക് ഈ രീതിയിലുള്ള നറേറ്റീവ് എനിക്ക് വളരെ എന്താ പറഞ്ഞ ഒരു അത്ഭുതം തോന്നി. ശ്രീ വേണുഗോപാൽ, നിങ്ങളെ പോലൊരു ആളുകളൊക്കെ ഈ രീതിയിലുള്ള ചർച്ചകൾ തമിഴ്നാട്ടിൽ ഇനി ഞങ്ങൾക്ക് ഇപ്പൊ തമിഴ്നാട്ടിൽ 10% വോട്ടേ ഉള്ളൂ. ഞാൻ തുറന്നു പറയാം, അവിടെ DMKയുടെ സഹായം ഇല്ലാതെ ഞങ്ങൾക്ക് അവിടെ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ പറ്റുമോ? ശരി, ഓക്കെ. കർണാടകത്തിൽ ഞങ്ങൾക്ക് തെലങ്കാനയിൽ ജയിക്കാൻ പറ്റും. ഇവിടെയൊക്കെ തന്നെ SDPIയും RSS എന്താ പറഞ്ഞ ന്യൂനപക്ഷങ്ങളെ വെച്ചുകൊണ്ടാണോ കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നത്? അവരൊന്നും ഇല്ലാത്ത മണ്ഡലങ്ങളിൽ പോലും ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നു. നിങ്ങളെ പോലുള്ള ആളുകൾ ഈ രീതിയിലുള്ള നറേറ്റീവുമായി ഒന്ന് കോൺഗ്രസ് പാർട്ടിയെ രാജ്യദ്രോഹി എന്നൊക്കെ ചിത്രീകരിക്കുമ്പോൾ അതിൽ എന്താ പറഞ്ഞേ, ഞങ്ങൾക്കുള്ള പ്രതിഷേധം സാമാന്യ വാക്കിൽ ഞാൻ അങ്ങ് രേഖപ്പെടുത്തുന്നു. സാർ, നിങ്ങളുടെ ഒന്നും സർട്ടിഫിക്കറ്റ് കോൺഗ്രസുകാർക്ക് രാജ്യസ്നേഹത്തിന് വേണ്ട. ആ മേലങ്കി ഒന്നും അണിഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് നടക്കേണ്ടതില്ല. ഞങ്ങൾ വിളിക്കുന്ന വന്ദേ മാതരം, ഞങ്ങൾ വിളിക്കുന്ന ഭാരത മാതാവ്, അത് ഹൃദയത്തിൽ നിന്ന് വിളിക്കുന്നതാണ് സാർ. അത് എന്താ പറഞ്ഞേ, ആരെയും ബോധിപ്പിക്കാനോ ആർക്കും വേണ്ടിയല്ല. ഞങ്ങളൊക്കെ മനസ്സിൽ തട്ടി വിളിക്കുന്നതാണ് വന്ദേ മാതരവും ഭാരത മാതാ കീ ജയ്. അതെ, അങ്ങേപ്പോലുള്ള ആളുകളോട് ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യം, ആ ചോദ്യത്തിന് മറുപടി നൽകാൻ പറ്റുമെങ്കിൽ തരാം. അത്രേ ഉള്ളൂ. 1986-ൽ രാജീവ് ഗാന്ധിയെ അദ്ദേഹത്തിൻ്റെ കൂടെ അക്കമ്പനി ചെയ്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ
കൂടെ വന്ന പല നേതാക്കളും ഉൾപ്പെടെയുള്ളവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുടങ്ങിയതാണ് എൻ്റെ പ്രവർത്തന ശൈലി. അത് ഇപ്പോൾ മാത്രമല്ല, അത് കഴിഞ്ഞിട്ട് വെറും 15-14 വയസ്സുള്ളപ്പോൾ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഈ കേരളത്തിലെ ബാക്ക് വാട്ടർ ടൂറിന് കൊണ്ടുപോയി അവരുമായി ഇടപഴകി. അത് ഞാൻ ഒരു ഉപമായിട്ട് പറയുന്നതേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ താഴോട്ടുള്ളവരുമായിട്ട് തോളോട് തോർ ചേർന്ന് പലരുമായും പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരാളാണ് ഞാൻ. എനിക്ക് അധികം ബന്ധമില്ലാത്തത് BJPയുടെ ഇപ്പോഴത്തെ MP-മാരും നേതാക്കളുമായിട്ട് മാത്രമാണ്. അതിൽ അവസാനമായിട്ട് ഞാൻ നരേന്ദ്രമോദിയുടെ വിസിറ്റ് പൂർണ്ണമായും കൈകാര്യം ചെയ്ത് അതിൻ്റെ മുഴുവൻ ആൾക്കാരും, അതായത് PMO ഓഫീസ് ഉൾപ്പെടെയുള്ള ആൾക്കാരുമായിട്ടും ഒക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ഒരാളെന്നുള്ള നിലയ്ക്ക് ഞാൻ ഇന്നലെ എൻ്റെ സംശയം ചോദിച്ചത് BJPക്കാരോടല്ല, ഇന്ത്യ മുന്നണിയിലെ എനിക്ക് ബന്ധമുള്ള കോൺഗ്രസ് അടക്കമുള്ള മറ്റ് ഘടകകക്ഷികളടക്കമുള്ള ചില നേതാക്കളോടാണ്. അപ്പോൾ അവർ പറഞ്ഞത് ഒരു ടാക്ടിക്കൽ ഷിഫ്റ്റ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ചാനൽ ചർച്ചയിൽ പറയുമെന്നുള്ള ഉദ്ദേശത്തിലല്ല അവരത് പറഞ്ഞത്. വേണുഗോപാൽ ഒരു സംശയം ചോദിക്കുന്നു, അതിന് പറയുന്നു എന്നുള്ള വിധത്തില്ല. എന്നോട് പറഞ്ഞത് ഗുജറാത്തിലെ AICC സമ്മേളനത്തിൻ്റെ വിശദവിവരങ്ങൾ തിരക്കുക, അന്വേഷിക്കുക, നോക്കുക. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാവും. തെരഞ്ഞെടുപ്പ് അല്ല പ്രധാനം, തെരഞ്ഞെടുപ്പ് വിജയമല്ല പ്രധാനം, സാമൂഹിക നീതിയാണ്. അതിനുള്ള തന്ത്രങ്ങളായിരിക്കും ഇനി മെനയുക, കേഡർ സംവിധാനം ഉൾപ്പെടെ. അപ്പോൾ അതിൽ വളരെ ഇപ്പോൾ നിൽക്കുന്ന അവസ്ഥയിൽ 100-ൽ നിന്ന് താഴോട്ട് പോകാനല്ലാതെ മുകളിലോട്ട് പോകാനുള്ള സാഹചര്യമില്ല. അതാണ് ഇപ്പോൾ കോൺഗ്രസ് അനുഭവിക്കാൻ പോകുന്ന പ്രശ്നം. അപ്പോൾ എൻ്റെ കൊച്ചുബുദ്ധിക്ക് പോലും ഇത് തെറ്റാണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ നാട്ടിൽ നടക്കുന്ന മുഴുവൻ പേരും പറയുന്നു, രാഹുൽ ഗാന്ധി പറയുന്നത് തെറ്റാണ്, അബദ്ധമാണ്, വിഡ്ഢിത്തരമാണെന്ന്. പക്ഷേ അവർക്കത് വിഡ്ഢിത്തരമായിട്ട് തോന്നാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതൊരു ഗെയിം പ്ലാൻ തന്നെയാണ് എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ അത്ര വിശ്വാസമുള്ള കേന്ദ്രങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയിട്ടാണ് പറയുന്നത്. വലിയ ഒരു ഗെയിം പ്ലാൻ വരുന്നുണ്ട്, ഒരു ടാക്ടിക്കൽ ഷിഫ്റ്റ് വരുന്നുണ്ട് എന്ന് പറഞ്ഞ് ഹിന്ദുക്കളെ മുഴുവൻ അടിച്ച് പുറത്താക്കുക അല്ല ഉദ്ദേശം. തീവ്രമായിട്ട് ഹിന്ദുത്വം പറയുകയോ അല്ലെങ്കിൽ ഹിന്ദുക്കളുമായി ബന്ധപ്പെട്ട് നിൽക്കണമോ എന്ന് പറയുന്നവരെ ഒന്നുകിൽ വോയിസ് റെഡ്യൂസ് ചെയ്യും, അല്ലെങ്കിൽ സാവകാശം പുറത്താക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരുത്തിക്കൊണ്ട് കേരള UDFിൻ്റെ മോഡലിലുള്ള ഒരു സംവിധാനം ഓൾ ഇന്ത്യ ബേസിൽ വരും. കേരള UDF പറയുന്നുണ്ടോ ജമാഅത്തെ ഇസ്ലാമി SDPI ഞങ്ങളുടെ കൂടാണെന്ന്? പറയുന്നില്ലല്ലോ. പക്ഷേ ഇവിടെ ഉണ്ട് എന്നുള്ളത് നമുക്കറിയാമല്ലോ. പക്ഷേ അത് പുറമെ പറയുമ്പോൾ ഞങ്ങൾ മതേതര പാർട്ടിയായ മുസ്ലിം ലീഗ് മാത്രമേ ഞങ്ങൾക്ക് ബന്ധമുള്ളൂ എന്നല്ലേ പറയുന്നത്. അതുപോലെ ഉള്ള സംവിധാനങ്ങൾ പല സംസ്ഥാനങ്ങളിലും രൂപം കൊള്ളുന്നതിൻ്റെ ആദ്യ ഘടകം തന്നെയാണ് ഇത് എന്ന് ശ്രീ സേനാപതി എന്നോട് എത്ര ദേഷ്യപ്പെട്ടാലും എനിക്ക് പറയാതിരിക്കാൻ തന്നെയാണ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് നേതാക്കളും ഇങ്ങനെ പറയുന്നത് എന്നാണ്. അതോടൊപ്പം തന്നെ കോൺഗ്രസിലെ BJP സ്ലീപ്പർ സെല്ലുകൾ ഇങ്ങനെ പറയുകയുമില്ല. അല്ല, ഈ സ്ലീപ്പർ സെല്ല് എന്നൊക്കെ പറയുന്നത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് കോൺഗ്രസിൽ നിന്നുകൊണ്ട് BJPക്ക് ഗുണമുണ്ടാക്കുന്ന ആൾക്കാരെ കുറിച്ചാണ് എങ്കിൽ ഞാൻ കരുതുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ രാഹുൽ ഗാന്ധി തന്നെയാണ്. കാരണം അദ്ദേഹത്തിന്റെ പല പ്രസ്താവനകളുമാണ് പിന്നീട് ഹോൺ ചെയ്യുന്നതിന് കോൺഗ്രസിന് വലിയ ബുദ്ധിമുട്ടുണ്ടായതും കോൺഗ്രസിനെ വലിയ പ്രതിസന്ധിയിലേക്ക് കൊണ്ടുപോയതും. അത് റഫാൽ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ആരോപണം ഉന്നയിക്കുന്നതാണെങ്കിലും, ഉറി അറ്റാക്കിന് ശേഷമുള്ള പ്രസ്താവനകളാണെങ്കിലും, പിന്നെ നമ്മുടെ ബാലക്കോട്ട് സ്ട്രൈക്കിന് ശേഷം തെളിവ് ചോദിച്ചിരിക്കുന്ന ആൾക്കാരാണെങ്കിലും, ഇപ്പോൾ അനവസരത്തിൽ ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നതും എല്ലാം തന്നെ രാഹുൽ ഗാന്ധിയാണ്. നമുക്കറിയാമല്ലോ, സ്വച്ഛ് ഭാരത് മിഷൻ ഏറ്റവും നന്നായി വർക്ക് ചെയ്യുന്ന അതിൻ്റെ ടോപ്പ് റാങ്കിങ് ആയിട്ടുള്ള ഒരു സിറ്റിയിൽ ചെന്നിട്ട് അവിടെയുള്ള കലാലയങ്ങളിലെ വിദ്യാർത്ഥികളോട് ഇൻട്രാക്ട് ചെയ്യുന്ന സമയത്ത് ഡു യു സീ സ്വച്ഛ് ഭാരത് വർക്കിംഗ് എന്ന് അദ്ദേഹം ചോദിക്കുന്നു. മറുപടിയായിട്ട് യെസ് എന്നാണ് കുട്ടികൾ പറയുന്നത്. അപ്പോൾ ഇദ്ദേഹം എളിപ്യനായി പോവുകയാണ്. എന്നിട്ട് അതിനുശേഷം അദ്ദേഹം പറയുന്നത് ഐ ഡോണ്ട് തിങ്ക് സോ, ഐ ഡോണ്ട് സീ ഇറ്റ് വർക്കിംഗ് എന്ന് പറഞ്ഞിട്ട് തടിതപ്പുകയാണ്. എന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ വരിക, ഇത്തരത്തിലുള്ള വീഡിയോകൾ വൈറലാവുക, ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് ഇഫക്റ്റീവ്ലി അതിൻ്റെ അഡ്വാൻറ്റേജ് പൂർണ്ണമായിട്ടും കിട്ടുന്നത് BJPക്കാണ്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും വലിയ സ്ലീപ്പർ സെൽ എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധി തന്നെയാണെന്ന് വിലയിരുത്തേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഓരോ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് കളം പിടിക്കേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ട് ഓരോ കാലഘട്ടങ്ങളിൽ ഓരോ തരത്തിലുള്ള പ്ലേ ബുക്കുകളുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആരുമായിട്ടൊക്കെ സഖ്യത്തിൽ പോകണം, എന്ത് അജണ്ടയാണ് മുന്നോട്ട് വെക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ തീരുമാനിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന വിവരം എത്രത്തോളം നടപ്പാക്കാനുള്ള ഒരു സംഘടനാശേഷി ഇന്ന് പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസിനുണ്ട് എന്ന കാര്യത്തിലൊക്കെ എനിക്ക് സംശയമുണ്ട്. അല്പം മുമ്പ് ശ്രീ സേനാപതി വേണു തന്നെ പറഞ്ഞതുപോലെ ഇങ്ങനെ ഒരു നറേറ്റീവ് ഉണ്ടാക്കിയത് കൊണ്ട് മാത്രം DMKക്ക് ഉള്ളതിനേക്കാൾ കൂടുതൽ സ്വാധീന ശക്തി തമിഴകത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പൊസിഷനിലൊന്നും അല്ല കോൺഗ്രസ് പാർട്ടി. ആന്ധ്രാപ്രദേശിൽ നമ്മൾ കണ്ടതാണ്. ആന്ധ്രാപ്രദേശിൽ
ആര് വന്നു കഴിഞ്ഞാലും അവർക്ക് സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ കോൺഗ്രസ് ടിക്കറ്റ് കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സാഹചര്യമൊക്കെ തന്നെ ഇവിടെ ഉണ്ടായിരുന്നതൊക്കെ തന്നെ നമുക്ക് അറിയാവുന്നതാണ്. എന്ന് വെച്ചാൽ പല സംസ്ഥാനങ്ങളിലും, അത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളോ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളോ എന്ന് വ്യത്യാസമില്ലാതെ പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് ദുർബലപ്പെട്ടിട്ടുണ്ട്. എന്നാൽ BJPയുമായി ശക്തമായ പോരാട്ടമുള്ള പല സ്ഥലങ്ങളിലും അവർക്ക് കളം പിടിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതും ഒരു വസ്തുതയാണ്. ഈ റീജിയണൽ പൊളിറ്റിക്സ് വളരെ ശക്തമായി മാറുന്ന പല സംസ്ഥാനങ്ങളിലുമാണ് സത്യത്തിൽ കോൺഗ്രസിന് പരാജയമുണ്ടാകുന്നത്. ഇപ്പോൾ ഡൽഹി കഴിഞ്ഞ 15 വർഷങ്ങളിൽ അടുപ്പിച്ച് ഷീലാ ദീക്ഷിത് മുഖ്യമന്ത്രിയായിരുന്ന സ്ഥലത്ത് പിന്നീട് അടുത്ത 10-15 വർഷത്തേക്ക് അവർക്ക് നിയമസഭയിൽ ഒരംഗം പോലും ഇല്ലാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ആം ആദ്മി പാർട്ടി എന്ന വളരെ റീജിയണൽ ആയിട്ടുള്ള സ്വഭാവമുള്ള ഒരു പാർട്ടി ഇവിടെ വന്നതുകൊണ്ടാണ്. നേരെ മറിച്ച് ഇവര് BJPയുമായി നിൽക്കുന്ന സമയത്ത് മാത്രമാണ് കോൺഗ്രസ് ശക്തി പ്രാപിക്കുന്നത്. ഇപ്പൊ നോക്കൂ, നമ്മുടെ പഞ്ചാബിലേക്ക് നോക്കൂ. പഞ്ചാബിൽ BJP വലിയ ശക്തിയല്ല, അവിടെ കോൺഗ്രസിനെ വീഴ്ത്തുന്നതിന് വേണ്ടി ആം ആദ്മി പാർട്ടി വന്നു. അങ്ങനെ കോൺഗ്രസിന്റെ ശക്തി ക്ഷയിച്ചിട്ടുള്ള ബംഗാൾ ആയിക്കോട്ടെ, തമിഴ്നാട് ആയിക്കോട്ടെ, ആന്ധ്ര ആയിക്കോട്ടെ, ഏത് സംസ്ഥാനം നോക്കിക്കഴിഞ്ഞാലും അവിടെ ഡയറക്റ്റായിട്ട് അവരുടെ ഓപ്പോസിറ്റ് നിൽക്കുന്നത് BJP അല്ല, മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ, പ്രാദേശികമായിട്ടുള്ള വാദം കൂടുതൽ പറയുന്ന രാഷ്ട്രീയ പാർട്ടികൾ വളർന്നു വരികയും അവർ കോൺഗ്രസിനെ, നമ്മൾ ഈ പറയത്തില്ലേ ഈറ്റിംഗ് ഇൻ ടു ദ പാർട്ടി എന്നൊക്കെ പറയുന്നത് പോലെ, കോൺഗ്രസിനെ തിന്ന് അവർ വളരുകയും ചെയ്തതുകൊണ്ടാണ്. അതല്ലാതെ പ്രമുഖ 2 പാർട്ടികളായിട്ട് നിൽക്കുന്ന സ്ഥലങ്ങളിലെല്ലാം കോൺഗ്രസിന് കുറച്ചുകൂടി രാഷ്ട്രീയ പ്രസക്തി ഉണ്ട് എന്നുള്ളതാണ് ഒരു വസ്തുത. 2, ഇവിടെ ശ്രീ സേനാപതി വേണു ആവർത്തിച്ച് പറഞ്ഞ ഒരു കാര്യം എനിക്കതിൽ വീണ്ടും വലിയ അതിശയമാണ് തോന്നുന്നത്. ജയശങ്കർ പറഞ്ഞത് എന്താണ് എന്നാണ് ചോദിക്കുന്നത്. അറ്റ് ദ സ്റ്റാർട്ട് ഓഫ് ദി ഓപ്പറേഷൻ വി ഹാഡ് സെൻറ്റ് എ മെസ്സേജ് ടു പാകിസ്ഥാൻ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിലെവിടെയാണ് ഈ ഇൻഫർമേഷൻ ലീക്കേജ് എന്ന് പറയുന്നത്? എവിടെയാണ്? അറ്റ് ദ സ്റ്റാർട്ട് ഓഫ് ദി ഓപ്പറേഷൻ വി ഹാഡ് സെൻറ്റ് എ മെസ്സേജ് ടു പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് ഒരു മിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്? ഈ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴാണ്? നമ്മൾ ഇവിടെ നിന്ന് പറക്കാനായിട്ട് അവിടേക്ക് പോയി അവിടെ ബോംബിടുന്ന സമയത്താണ്, ആ ദിവസം ആ സമയത്താണ് ഓപ്പറേഷൻ സിന്ദൂർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ അവരോട് പറയുകയാണ്. അതിപ്പോൾ നമ്മൾ പറഞ്ഞാലും ആര് പറഞ്ഞു കഴിഞ്ഞാലും അത് പിന്നെ അവിടെ സംഭവിക്കുന്ന കാര്യമാണ്. ഇപ്പോൾ തീവ്രവാദ സംഘടനകളായിക്കോട്ടെ, അവർ പോലും ഒരു അറ്റാക്ക് നടത്തി കഴിഞ്ഞാൽ അതിന്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കും. ഇപ്പോൾ നമുക്കറിയാമല്ലോ, പെഹൽഗാമിൽ ഈ അറ്റാക്ക് നടത്തിയതിനു ശേഷം TRF എന്നൊരു സംഘടന ഉടനെ തന്നെ അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തു. ഇന്ത്യ അതേപോലെ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, ഇത് നിങ്ങളെ അല്ല, മറിച്ച് സിവിലിയൻസിനെയോ മിലിറ്ററിയെയോ അല്ല, തീവ്രവാദികളെ മാത്രമാണ് എന്ന് നമ്മൾ ഫോർമലി അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് കൂടി വേണ്ടിയിട്ടാണ് ഈ DG to DG കമ്മ്യൂണിക്കേഷനൊക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ അന്നേരം നമ്മൾ അവരെ അറിയിക്കുകയാണ്. നമ്മൾ അവരെ അറിയിക്കുന്ന സമയത്ത് ആ സന്ദേശം കേൾക്കാൻ അവർ കൂട്ടാക്കിയില്ല എന്ന് ജയശങ്കർ പറയുന്നു. അതേ പ്രസ്താവന തന്നെയാണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് രാജീവ് ഖായും പറയുന്നത്. അദ്ദേഹം സൈന്യത്തിന്റെ ആളല്ലേ. അദ്ദേഹം പറഞ്ഞത് എന്താണ്? ബ്രസ്ക്ലി ടേൺ ഡൗൺ. ഞങ്ങൾ ഈ ഒരു ഇതാണ് ഞങ്ങൾ പറയാനുള്ളത് എന്ന് പറഞ്ഞപ്പോൾ ദേ ബ്രസ്ക്ലി ടേൺഡ് ഇറ്റ് ഡൗൺ ആൻഡ് ടോൾഡ് us that ഇതിന് വലിയ പ്രൈസ് നിങ്ങൾ കൊടുക്കേണ്ടി വരും, വലിയ തിരിച്ചടി ഉണ്ടാകും എന്ന് പറഞ്ഞു എന്നാണ്. ഈ 2 പേര് പറഞ്ഞിരിക്കുന്ന അതേ സെന്റൻസ് ആണ്. ഇപ്പൊ നോക്കൂ, വി ഡിഡ് അറ്റംപ്റ്റ് ടു റീച്ച് ഔട്ട് and communicate our compulsions to strike at the heart of the terror to my counterpart in the immediate wake of Operation Sindoor. Immediate wake of Operation Sindoor, beforehand അല്ല, അതിന് മുമ്പല്ല. അറ്റ് ദ സ്റ്റാർട്ട് ഓഫ് ദി ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഫോർ ദ സ്റ്റാർട്ട് ഓഫ് ദി ഓപ്പറേഷൻസ് എന്ന് പവൻ ഖേരയും രാഹുൽ ഗാന്ധിയും പഠിപ്പിച്ച ഇംഗ്ലീഷ് സാർ ആരാ? ഞാൻ പറഞ്ഞത് കോൺഗ്രസിന്റെ പ്രശ്നം അവിടെയാണ്. നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഒരാൾ പറയുന്ന കാര്യത്തിനെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല. 4 ദിവസങ്ങളായി, ഈ മാസം 16-ാം തീയതിയാണ് PIB ഫാക്ട് ചെക്ക് അദ്ദേഹത്തിന്റെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഇട്ടുകൊണ്ട് വളരെ കൃത്യമായിട്ട് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നതല്ല നിങ്ങൾ പറയുന്നതെന്ന്. എന്നിട്ടെന്താ കോൺഗ്രസിന് മനസ്സിലാവാത്ത എന്താ? ഇത്രയും കാലം പറഞ്ഞതിന് ശേഷവും നിങ്ങൾക്ക് ആർക്കും ഇംഗ്ലീഷ് മനസ്സിലാവാതെ, ഏറ്റവും എലമെന്ററി ഇംഗ്ലീഷ് അറ്റ് ദ സ്റ്റാർട്ട് ഓഫ് ദി ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ 2ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിയോട് ചോദിച്ചു കഴിഞ്ഞാൽ പറയും അത് ഓപ്പറേഷന് മുമ്പാണോ ഓപ്പറേഷന് ശേഷമാണോ എന്നുള്ളത്. പിന്നെ അദ്ദേഹം പറഞ്ഞു കേവലം തിരിച്ചുപോയി എന്ന അർത്ഥത്തിലാണ് കോൺഗ്രസ് കേരളയുടെ ട്വീറ്റ്. അങ്ങനെയല്ല. അവർ പറഞ്ഞത് പെഹൽഗാം എന്ന് പറയുന്നത് ലൈൻ ഓഫ് കൺട്രോളിൽ നിന്ന് 200 കിലോമീറ്റർ അകത്താണ്. എന്നിട്ട് അവർ ചോദിക്കുന്നത് ഹൗ ഡിഡ് 4 ടെററിസ്റ്റ് ക്യാരിയിങ് ബിഗ് ഗൺസ് കം ഇൻ 200 കിലോമീറ്റർ ഇൻസൈഡ്, ഷോട്ട് നിയർലി 50 പീപ്പിൾ ആൻഡ് ഗോ ബാക്ക് അൺസ്കേത്ത്. എങ്ങോട്ടാ? ഈ 200 കിലോമീറ്റർ ഉള്ളിലേക്ക് വന്നിരിക്കുന്നിടത്തേക്ക് തിരിച്ചുപോയി. അതല്ലേ കോണ്ടെക്സ്റ്റ്, അതല്ലേ ഗോ ബാക്ക്. അല്ലാതെ ഗോ എവിടെ? ഗോ സംവേർ അല്ലല്ലോ പറഞ്ഞിരിക്കുന്നത്, ഗോ ബാക്ക്. ആ ഇൻഫർമേഷൻ കോൺഗ്രസിന് എവിടെ നിന്നാണ് കിട്ടുന്നത്? ഞാൻ പറഞ്ഞത് അതാണ്. നിങ്ങളൊരു കാര്യത്തിനെ പറ്റി പറയുന്ന സമയത്ത് ഈ ജയശങ്കർ പറഞ്ഞിരിക്കുന്നതിന്റെ ഓരോ അക്ഷരം അനുസരിച്ച് നിങ്ങൾ നോക്കി അതിന്റെ ഗ്രാമറും അതിന്റെ ടെൻസും അതിന്റെ അർത്ഥവും ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാത്ത നിങ്ങളിടുന്ന ഈ പോസ്റ്റുകളിലെങ്കിലും അങ്ങനെ ചെയ്യേണ്ടതില്ലേ? ഇപ്പൊ അല്പം മുമ്പ്, ഇന്നത്തെ ദിവസം തന്നെയാണെന്നാണ് എന്റെ ഓർമ്മ, ഞാൻ അല്പം മുമ്പ് കണ്ടതാണ്, കേരളത്തിലെ കോൺഗ്രസ് ഷെയർ ചെയ്തിരിക്കുന്ന ഒരു ചിത്രം. ആ ചിത്രത്തിൽ ആരൊക്കെയാണ് ഇരിക്കുന്നത്? എനിക്ക് തോന്നുന്നു നവാസ് ഷെരീഫാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടൊപ്പം ഉള്ളത്. എന്നിട്ട് പറയുന്നത് എന്താണ്? ബ്രദേഴ്സ് അക്രോസ് ദ ബോർഡേഴ്സ് യുണൈറ്റഡ് ബൈ ഐഡിയോളജി. പിന്നെന്താണ്? ആൻഡ് ലവ് ഫോർ ബിരിയാണി. എന്തുകൊണ്ട്? ഞാൻ പറഞ്ഞു യുണൈറ്റഡ്, ലവ് ഫോർ ബിരിയാണി ഒക്കെ ഇരുന്നോട്ടെ, യുണൈറ്റഡ് ബൈ ഐഡിയോളജി എന്ന് എങ്ങനെയാ പറയുക? പാകിസ്ഥാന്റെയും ഇന്ത്യയുടെയും ഭരണ തലവന്മാരായിരുന്ന ആൾക്കാരോ അല്ലെങ്കിൽ ഇരുന്നിട്ടുള്ളവരോ
ഇപ്പോൾ ഉള്ള ആൾക്കാരും ഒക്കെ തന്നെ ഒരേ തരത്തിലുള്ള പ്രത്യയശാസ്ത്രമാണ് പിന്തുടരുന്നത് എന്ന് പറഞ്ഞാൽ ആ ആരോപണം തന്നെ രാജ്യദ്രോഹമല്ലേ? അതായത് യുണൈറ്റഡ് ബൈ ഐഡിയോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ഐഡിയോളജി അവിടെ ഉദ്ദേശിക്കുന്നത്? ദേശീയ താല്പര്യം എന്ന രീതിയിലാണോ, അതോ ഒരേ ഐഡിയോളജിക്ക് വേണ്ടിയിട്ട് നിൽക്കുന്നു എന്നാണോ? അങ്ങനെയാണെങ്കിൽ ആ ഐഡിയോളജി ആരെ സംരക്ഷിക്കുന്നതാണ്? പാകിസ്ഥാനെ സംരക്ഷിക്കുന്നതാണ്. കോൺഗ്രസും മറ്റുള്ള ആൾക്കാരും ഇങ്ങനെ കുറേയധികം തെറ്റായിട്ടുള്ള ക്യാമ്പയിൻ ഉയർത്തിയത് കൊണ്ട് ഇപ്പോൾ ഫീൽഡ് മാർഷൽ ആക്കിയിട്ടുണ്ട് അസീം മുനീറിനെ. അവിടെ പാകിസ്ഥാനിലെ ഫീൽഡ് മാർഷൽ തോറ്റ ഒരു മിലിറ്ററി ഓപ്പറേഷൻസ് പരാജയപ്പെട്ടിരിക്കുന്ന ആൾക്കാർ ഡിസ്ഇൻഫർമേഷൻ ക്യാമ്പയിൻ കൊണ്ട് അത് ജയിച്ചു എന്ന് പ്രഖ്യാപിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ റാങ്ക് ഉയർത്തിയിട്ട് ഫീൽഡ് മാർഷലാക്കി മാറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അല്പം മുമ്പ് ഒരു വാർത്ത വന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഡിസ്ഇൻഫർമേഷൻ ക്യാമ്പയിനുകൾ ഒരു രാജ്യം ഒന്നാകെ നിന്ന് ചെറുക്കേണ്ടുന്ന കാര്യത്തിന് ആംപ്ലിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കോൺഗ്രസ് ശ്രമിക്കുന്നത് എന്തിനാണ്? ചെയ്തുകൊണ്ടിരിക്കുകയാണ് ശ്രീ സേനാപതി വേണു. അത് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. ഇപ്പോഴും ഇതേ സന്ദേശങ്ങളാണ് അവിടെ വായിച്ചുകൊണ്ടിരിക്കുന്നത് പാകിസ്ഥാനിൽ. അല്ല, ഈ സൈന്യത്തിനെ നയിക്കുന്ന വിദേശകാര്യ മന്ത്രി അദ്ദേഹം കൂടിയാണല്ലോ അതിന്റെ ആള്. അദ്ദേഹം എന്തിനാ ഇൻഫർമേഷൻ മുന്നിൽ പറഞ്ഞു കൊടുക്കുന്നത്? അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? എനിക്കത് മനസ്സിലാകുന്നില്ല. സാമാന്യ കാര്യമാണല്ലോ കോൺഗ്രസ് പറയുന്നത് ശ്രീ സേനാപതി വേണു. ഞാൻ പറഞ്ഞത് ഇതിലുള്ള ആരെങ്കിലും ഇതിന്റെ പ്ലാനിങ്ങിൽ പാർട്ടി ആയിട്ടുള്ള ആരെങ്കിലും ഈ ഇൻഫർമേഷൻ ലീക്ക് ചെയ്ത് കൊടുത്തു, ഇതിലൊരു ചാരനുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ നമുക്ക് മനസ്സിലാക്കാം. ഈ മന്ത്രി തന്നെ ചെയ്തു എന്ന് പറഞ്ഞാലോ? അല്ല മഞ്ജുഷേ, മാമുക്കോയ ഒരു സിനിമയിൽ പറയുന്ന പോലെ ഞങ്ങൾ പോളിടെക്നിക്ക് പഠിക്കാത്തതുകൊണ്ട് ഞങ്ങൾക്ക് അത്ര ഇംഗ്ലീഷ് മനസ്സിലായില്ല. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, വി ഇൻഫോംഡ് പാകിസ്ഥാൻ ബിഫോർ ലോഞ്ചിങ് ആൻ അറ്റാക്ക്. അങ്ങനെ ആര് പറഞ്ഞു? അതാണ് ജയശങ്കർ പറഞ്ഞിരിക്കുന്നത്. അല്ല, ഞാൻ വേണേ അത് പ്ലേ ചെയ്യാം. അല്ലെ മഞ്ജുഷ പ്ലേ ചെയ്യട്ടെ? അല്ലെ മഞ്ജുഷ ഇല്ല സേനാപതി വേണു പറയുന്നത്. കോൺഗ്രസ്സുകാർ പറയുന്നതാണ് സേനാപതി വേണു പറയുന്നത്. ശ്രീ സേനാപതി വേണു, at the start of the operation we had sent a message to Pakistan. അതിന്റെ അർത്ഥം എന്താണ്? അതായത് ഓപ്പറേഷൻ തുടങ്ങിയപ്പോൾ ശ്രീജിത്ത് പണിക്കർ അതിനെ വിമർശിച്ചു. എനിക്കതിന് കുഴപ്പമില്ല, ശ്രീജിത്ത് പണിക്കരുടെ വാക്കുകളിലൂടെ. പക്ഷെ ജയശങ്കർ അതല്ലല്ലോ പറഞ്ഞേ. അറ്റ് ദ സ്റ്റാർട്ട് ഓഫ് ഓപ്പറേഷൻ തുടങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ അതിന് മുമ്പ് തുടങ്ങുമ്പോ ഓപ്പറേഷൻ തുടങ്ങുന്നത് 12 മണിക്കാണെങ്കിൽ അറ്റ് 12 o'clock എന്ന് നമുക്ക് പറയാം അല്ലേ? അപ്പൊ അത് അറ്റ് 11:59 കോൺഗ്രസ് ഉദ്ദേശിച്ചു. ഇതിനകത്ത് ഇത്ര കൺഫ്യൂഷൻ എന്താണ്? ഇത് ഇന്ത്യ അങ്ങോട്ട് കൊടുത്തിരിക്കുന്ന ഒരു മെസ്സേജ് ആണ്. അത് മുൻപ് ഇതിനു മുൻപ് പഹൽഗാം ആക്രമണത്തിന്റെ പിറ്റേ ദിവസം തന്നെ പ്രധാനമന്ത്രി പറഞ്ഞതും അപ്പോൾ പാകിസ്ഥാന് പാകിസ്ഥാനോട് നേരത്തെ പറഞ്ഞ പോലെ ആക്കണമല്ലോ, ഭീകരതയുടെ അടിവേരിളക്കുമെന്നാണ് പറഞ്ഞത്. അല്ലാതെ പാകിസ്ഥാനിലെ ജനതയെയോ അല്ലെ പാകിസ്ഥാനിലെ സൈനികരെയോ ആക്രമിക്കുമെന്നല്ല പറഞ്ഞിട്ടുള്ളത്. ഇത് ഇന്ത്യയുടെ ഒരു മെസ്സേജാണ്. ഇതൊരു മെസ്സേജാണ്. അതിനകത്ത് എന്താണ് കുഴപ്പം ശ്രീ സേനാപതി വേണു? ഇപ്പൊ നമ്മുടെ ഒരു ടാക്ടിക് നമ്മൾ പറഞ്ഞു കൊടുക്കുവാണെങ്കിൽ തെറ്റാണെന്ന് പറയാം അല്ലേ? നമ്മുടെ ഒരു ഓപ്പറേഷൻ ബ്ലൂ പ്രിന്റ് ഉണ്ടാവുമല്ലോ. ആ ബ്ലൂ പ്രിന്റ് നമുക്ക് അവർക്ക് കൊടുക്കുന്നതിനാണല്ലോ ചാരപ്രവർത്തനം, ലീക്കിംഗ് എന്നൊക്കെ പറയുക. ഇത് നിങ്ങളെയല്ല ഞങ്ങൾ അടിക്കുന്നത്, തീവ്രവാദികളെയാണ് എന്ന് പറയുന്നതിനകത്തിൽ ഇവിടെ എന്ത് ലീക്കാവുന്നത്? 9 ഭീകര കേന്ദ്രങ്ങളെ അറ്റാക്ക് ചെയ്യും. അത് ഇന്ന സ്ഥലത്തൊക്കെ ലഷ്കർ ഇ തോയ്ബയുടേതാണ്, ഇന്ന സ്ഥലത്ത് ജയ്ഷെ മുഹമ്മദിന്റേതാണ്, അങ്ങനെയൊന്നുമല്ല ഇത് പറഞ്ഞിട്ടുള്ളത്. ഇത് ഇന്ത്യയുടെ ഒരു മെസ്സേജ് കൊടുക്കുകയാണ്. ഭീകര കേന്ദ്രങ്ങളെ ഞങ്ങൾ തകർക്കും എന്നുള്ളത് ഇന്ത്യയുടെ സ്റ്റാൻഡാണ്. സേനാപതി ചോദിക്കുന്നത് അതിന്റെ അർത്ഥം എന്താണെന്നാണ്. അതിന്റെ അർത്ഥം വളരെ ലളിതമാണ്. ഞങ്ങൾ നിങ്ങളുടെ സൈന്യത്തിനെയോ നിങ്ങളുടെ നാട്ടിലെ പൗരന്മാരെയോ ആക്രമിക്കുന്നില്ല, തീവ്രവാദികളെ മാത്രമേ ഉള്ളൂ, ഞങ്ങൾ എസ്കലേറ്റ് ചെയ്യുന്നില്ല, അത്രേ ഉള്ളൂ. മഞ്ജുഷ പറഞ്ഞതാണ് എങ്കിൽ ഇറ്റ് വാസ് വാണിംഗ്. അത് നമ്മൾ എന്താ പറയുക, രാഷ്ട്രീയ നേതാക്കളൊക്കെ പറയുമല്ലോ, ഞങ്ങൾ അവിടുത്തെ തീവ്രവാദ കേന്ദ്രങ്ങൾ തകർക്കും അല്ലെങ്കിൽ ഭീകരവാദ കേന്ദ്രങ്ങളൊക്കെ തകർക്കും. ഇത് അങ്ങനെയല്ല. ഇത് ബിഫോർ സ്റ്റാർട്ടിംഗ് ദ ഓപ്പറേഷൻ. അങ്ങനെയാണോ ശ്രീ വേണു? അങ്ങനെയല്ല. ഒരു 18 സെക്കൻഡ് മാത്രമുള്ള ഒരു ക്ലിപ്പ് കോൺഗ്രസ് ഷെയർ ചെയ്തിട്ടുണ്ട്, രാഹുൽ ഗാന്ധി ഷെയർ ചെയ്തിട്ടുണ്ട്. അത് നോക്കൂ. അതിലുണ്ട് അറ്റ് ദ സ്റ്റാർട്ട് ഓഫ് ദി ഓപ്പറേഷൻ, ബിഫോർ എന്നൊരു വാക്കില്ല. ഓക്കെ, അറ്റ് ദ സ്റ്റാർട്ട് അല്ല ഞാൻ ചോദിക്കുന്നത്. അങ്ങനെ ഒരു ഇൻഫർമേഷൻ അവർക്ക് കൊടുക്കാൻ, അത് കൊടുക്കേണ്ടതിന്റെ ആവശ്യം എന്ത്? ഇറ്റ്സ് എ വാർണിംഗ്. സൈന്യം അല്ലല്ല, അവിടെ അതിന്റെ കാരണം അതിൽ പറയുന്നുണ്ട് സാർ. ഞങ്ങൾ നിങ്ങളുടെ സിവിലിയൻ ഇൻഫ്രാസ്ട്രക്ചറിനെയോ നിങ്ങളുടെ സൈന്യത്തിനെയോ ഞങ്ങൾക്ക് ആക്രമിക്കാൻ ഉദ്ദേശമേ ഇല്ല, ഞങ്ങൾ ആക്രമിക്കുന്ന തീവ്രവാദ കേന്ദ്രങ്ങളെ മാത്രമാണ്. അത് പറഞ്ഞപ്പോഴാണ് അവർ പറഞ്ഞത്, അത് തന്നെയാണ് DGയും പറഞ്ഞിരിക്കുന്നത്. അത് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു they brusquely turned it down and said ഇതിന് നിങ്ങൾ വലിയ വില കൊടുക്കേണ്ടി വരും, തിരിച്ചടി ഉണ്ടാകും. and we said we are prepared. അത്രേ ഉള്ളൂ. ഇന്ത്യ ഒരു യുദ്ധത്തിന് സന്നദ്ധമല്ലായിരുന്നു. ഇന്ത്യ ഉദ്ദേശിച്ചത് പഹൽഗാമിലെ 25 നമ്മുടെ മനുഷ്യരെ രക്തം പൊടിച്ചതിന് പകരം
ഒരു ആക്രമണം അത് നമ്മൾ 9 കേന്ദ്രങ്ങളിൽ നടത്തുമെന്നുള്ളതായിരുന്നു നമ്മുടെ പ്ലാൻ. അതിന് തിരിച്ചടി വന്നപ്പോഴാണ് പിന്നെ നമ്മുടെ പ്ലാൻ മാറിയത്. അപ്പോൾ അതാണ് നമ്മുടെ വിദേശകാര്യമന്ത്രി അവിടെ ഇൻഫോം ചെയ്തത്. ഞങ്ങളുടെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ, ഒരു വാറല്ല ഞങ്ങളുടെ ഉദ്ദേശം, തീവ്രവാദികളെ നേരിടുക ഇന്ന സ്ഥലത്ത് ഞങ്ങൾ ഇത് ചെയ്തിരിക്കുമെന്നൊന്നും പറഞ്ഞിട്ടില്ല ശ്രീ സേനാപതി വേണു. അത് ഇനി കോൺഗ്രസ് ഇതിനകത്ത് നിന്ന് പിന്മാറുന്നതാണ് നല്ലത്. വരും ദിവസങ്ങളിൽ കോൺഗ്രസ് ഇത് ക്ലാരിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ടാണ് എനിക്ക് ഉറപ്പുണ്ട് കോൺഗ്രസ് ഇന്ന് പിന്മാറില്ല. കാരണം അവരുടെ ഗെയിം പ്ലാൻ മാറിയിട്ടുണ്ട്. നിങ്ങളുടെ വ്യാഖ്യാനം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വ്യാഖ്യാനിക്കാൻ. ഞങ്ങൾ ചോദിച്ച ചോദ്യം ഇപ്പോഴും അത് ചോദിച്ചുകൊണ്ടേയിരിക്കും. ആ ചോദ്യത്തിന്റെ അത് ശ്രീ വേണുഗോപാൽ പറഞ്ഞു കോൺഗ്രസ് അതിൽ നിന്ന് പിന്മാറില്ല, അതൊരു ഗെയിം പ്ലാൻ ആണെന്ന്. ശരി, നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: രാഹുൽ ഗാന്ധിക്ക് പാകിസ്ഥാന്റെ നാവെന്ന് BJP യോജിക്കുന്നുണ്ടോ? യോജിക്കുന്നവർ 66%, യോജിക്കാത്തവർ 32%. അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.